ലവ് ലേണിംഗ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററാണ് ഈ ഒരു മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ വൺ ഷോർട്ട് റിവിഷനുമായിട്ടാണ്. അതായത് ഈ ഒരു സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് അടിപൊളിയായിട്ട് പഠിക്കുന്നതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള PYQs അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു സെഷനിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടെന്ന് മിസ് വിചാരിക്കുന്നുണ്ട്. അതായത് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇനി ഇന്നത്തെ ഈ ഒരു വൺ ഷോർട്ട് റിവിഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതാം അല്ലേ. അപ്പൊ നിങ്ങൾ ക്ലാസ് 12 സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ബോർഡ് എക്സാം ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇനി നമ്മുടെ മുന്നിൽ അധികം ടൈമില്ല അല്ലേ. ഇപ്പൊ നവംബർ ആയി, ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഡിസംബർ ആയി. യെസ്, അത് കഴിഞ്ഞാലോ യെസ് ജനുവരി ഫെബ്രുവരി, വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇപ്പം നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിനെ അത് എന്തായാലും ഉറപ്പായിട്ടും റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ ആദ്യം ചെയ്തത് പോട്ടേന്ന് വെക്കുക, അതായത് ആദ്യം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഓക്കെ എന്ന് വെക്കുക. പക്ഷേ ഇനിയും നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് മുതൽ കേട്ടോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എന്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്റർ ആയിട്ടാണ് അല്ലേ. നിങ്ങൾക്കറിയാം നമ്മുടെ ജെനറ്റിക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി 2 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അതേപോലെ തന്നെ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെ. ഈ 2 ചാപ്റ്ററും അത്യാവശ്യം നല്ല വെയിറ്റേജോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങളുടെ ബോർഡ് എക്സാമിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഈ 2 ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ബാക്കി ചാപ്റ്റേഴ്സ് ഒന്നും മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞത്. പക്ഷെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന 2 ചാപ്റ്റേഴ്സാണ് ഈ ഒരു ജെനറ്റിക്സിന്റെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നിങ്ങൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും നന്നായിട്ട് പഠിക്കണം. അതിൽ നിന്നും നല്ല രീതിയിൽ എന്താണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്കിനി നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോയാലോടാ, മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇന്ന് നമ്മുടെ ആ ചാപ്റ്ററിന്റെ മെയിൻ കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാം. നോക്കിക്കേടാ, ആദ്യം തന്നെ നമ്മുടെ DNA കാര്യമാണ് അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് 5174 എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടൽ 5386 ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ. ഇനി നമ്മളൊരു ബാക്ടീരിയോഫേജ് ലാംഡ എടുത്തു കഴിഞ്ഞാൽ അതിന് 48502 ബേസ് പെയർസ് ആണ് ഉണ്ടാവുക. എന്താണ് മക്കളെ ബേസ് പെയർസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം നൈട്രജൻ ബേസസ് ഉണ്ട് അല്ലെ. അതായത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ് ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ എന്താണ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബേസ് പെയറിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ ആണ്, ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ, ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ മാത്രമേ നടക്കുള്ളൂ. അതേപോലെ തന്നെ അഡിനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് തൈമിൻ എന്ന് പറഞ്ഞാൽ, ഗ്വാനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സൈറ്റോസിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. അത് അങ്ങോട്ടും തിരിച്ചുണ്ട് കേട്ടോ. ഇനി നോക്കിക്കേ, നമ്മുടെ ഈക്കോളൈ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ 4.6 × 10⁻⁶ ബേസ് പെയർസ് ആണ് ടോട്ടൽ ഉള്ളത്. ഇനി ഇതിനൊക്കെ പുറമെ നമുക്ക് നമ്മുടെ കാര്യം അറിയണം അല്ലെ. നമ്മുടെ ഹ്യൂമന്റെ കേസിൽ നോക്കുകയാണടാ, അതും ഹാപ്ലോയിഡ് കണ്ടന്റ് ആണ് കേട്ടോ. ശ്രദ്ധിക്കണം, നിങ്ങൾ ഹാപ്ലോയിഡ് കണ്ടന്റ് ആണ്. എന്താണ് മക്കളെ ഹാപ്ലോയിഡ് കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് അത് സ്പേം അല്ലെങ്കിൽ എഗ്ഗിനെയാണ് നമ്മൾ ഹാപ്ലോയിഡ് കണ്ടന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നമ്മുടെ ബാക്കിയുള്ള എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഡിപ്ലോയിഡ് കണ്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഹാപ്ലോയിഡ് കണ്ടന്റിൽ വരുമ്പോൾ 3.3 × 10⁻⁹ ബേസ് പെയർസ് ആണ് വരിക. ഇനി നിങ്ങൾ സെയിം തന്നെ ഡിപ്ലോയിഡ് കണ്ടന്റിൽ എടുക്കുമ്പോൾ എങ്ങനെയാടാ വരുന്നത്? 2 × 3.3 × 10⁻⁹ എന്ന് വരും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? യെസ്, നിങ്ങൾക്ക് 6.6 × 10⁻⁹ ബേസ് പെയർ ആണ് നമ്മുടെ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ വരുന്ന DNA കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? വളരെ ഈസി ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ തുടങ്ങുന്നതായതുകൊണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്ത്. ഇനി നമ്മൾ നേരെ നമ്മുടെ DNA സ്ട്രക്ചറിലേക്കാണ് വരിക. എന്താണ് മക്കളെ DNA എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണല്ലേ. നിങ്ങൾക്കറിയാം 2 രീതിയിലുള്ള ന്യൂക്ലിക് ആസിഡ്സ് ആണ് ഉള്ളത്. ഒന്ന് DNA, പിന്നെ ഒന്ന് RNA. അതിൽ നമ്മുടെ ഹ്യൂമൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. പിന്നെ അതേപോലെ തന്നെ ഓരോ മൈക്രോ ഓർഗാനിസംസ് എടുത്താലും എന്തെടുത്താലും ചിലതിന്റെ കേസിൽ RNA ആയിരിക്കും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. ഇനി നോക്കിക്കേ, നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ DNA സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ DNA സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഏതാടാ? ഷുഗർ ആണ് അല്ലെ. അതിൽ ഷുഗറിൽ ഏതാടാ?
ഡിയോക്സി റൈബോസ് ആണ്. അതായത് റൈബോസ് ഷുഗർ അല്ല. റൈബോസ് ഷുഗർ എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ഒരു പെന്റഗൺ പോലെ ഷേപ്പിൽ വരച്ചിട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇപ്പുറത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കും അല്ലെ. ഒരു പെന്റോ ഷുഗർ നമ്മൾ എടുക്കുകയാണ്, അതിന് 1 -2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പെന്റോ ഷുഗർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എന്താണ്? യെസ്, അതിന്റെ അടുത്ത 2' പൊസിഷനിൽ നിന്ന് ഒരു ഓക്സിജനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു റൈബോസിന്റെ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പം OH ആയിരിക്കും നോർമലി ഉണ്ടാവുക. പക്ഷെ ഈ ഒരു ഓയിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഓയിനെ നിങ്ങൾ റിമൂവ് ചെയ്യുക. ഈ ഒരു ഓയിനെ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ഇവിടെ H മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? യെസ്, അതിനെ നമ്മൾ DNA എന്ന് പറയും. ഓക്കെ ആണോ? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് നമ്മൾ പറയും. അങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ നമ്മുടെ DNA കേസിൽ ഷുഗർ എന്ന് പറഞ്ഞാൽ ഏതാടാ? യെസ്, നമ്മുടെ ഡിയോക്സി റൈബോസ് ആണ്. ഇനി നൈട്രജൻ ബേസസ് ഉണ്ട് അല്ലേ DNA-ൽ. 2 രീതിയിലുള്ള നൈട്രജൻ ബേസസ് ആണ് ഉള്ളത്. അതായത് നമുക്കറിയാം പ്യൂരിൻസും ഉണ്ട്, പിരമിഡിൻസും ഉണ്ട് അല്ലേ. അതിൽ പ്യൂരിൻസ് കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് അഡിനിനും ഗ്വാനിനും ആണ് നമ്മുടെ പ്യൂരിൻസ് കാറ്റഗറിയിൽ വരുന്നത്. ബാക്കി തൈമിൻ, സൈറ്റോസിൻ, യുറാസിൻ ഒക്കെ എവിടെയാണ് വരുന്നത്? നമ്മുടെ പിരമിഡിൻ കാറ്റഗറിയിലാണ്. ഇനി നിങ്ങൾക്കറിയാം DNA RNA-യുടെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ യെസ്, DNA-ൽ തൈമിൻ ഉണ്ട്, പക്ഷെ RNA-ൽ തൈമിൻ ഇല്ല അല്ലെ. തൈമിന്റെ സ്ഥാനത്ത് ആരാണ്? യുറാസിലാണ് വരുന്നത്. ഇനി പിരമിഡിനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മിസ് നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതിനെ നിങ്ങൾ കട്ട് എന്ന് ആലോചിച്ചാൽ മതി. കട്ട്, നിങ്ങൾ മുറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കട്ട് എന്ന് ആലോചിച്ചാൽ മതി. ദാറ്റ് ഈസ് സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓർത്ത് വെക്കാവുന്നതാണ്. യെസ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. പ്യൂരിൻസിന്റെ കേസിൽ അഡിനിനും ഗ്വാനിനും ആണുള്ളത് അല്ലെ. ഇനി നിങ്ങൾക്കറിയാം പ്യൂരിൻസ് എപ്പോഴും പിരമിഡിൻസും ആയിട്ടായിരിക്കും പെയർ ചെയ്യുക. അതായത് അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ അല്ലെ. നമ്മൾ വഴിയെ ആ ഒരു ഇൻഫർമേഷനിലേക്ക് വരും. ഇനി മൂന്നാമതൊരാളും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി എവിടെ പ്രസന്റ് ആണ്? യെസ്, നമ്മുടെ DNA-യുടെ സ്ട്രക്ചറിൽ പ്രസന്റ് ആണ്. ഓക്കെ അല്ലേടാ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു DNA ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്? ഒന്ന് നമ്മുടെ ഷുഗർ ഉണ്ട്, അതും ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരിക്കണം കേട്ടോ, വെറും റൈബോസ് ഷുഗർ അല്ല. ഇനി അതിനുശേഷം എന്താണ്? നൈട്രജൻ ബേസസ് ഉണ്ട്, അതായത് പ്യൂരിൻസും ഉണ്ട്, നമുക്ക് അതേപോലെ തന്നെ പിരമിഡിൻസും ഉണ്ട്. അടുത്ത കാറ്റഗറിയിലായിട്ട് നമുക്ക് എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ചേരുമ്പോഴാണ് ഒരു DNA-യുടെ സ്ട്രക്ചർ ആയിട്ട് അതിനെ മാറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ DNA-യുടെ സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് DNA-യുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതിൽ നിങ്ങൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്താണ്? ഷുഗർ ഓൾറെഡി മാർക്ക് ചെയ്തു അല്ലെ. അതിന്റെ 1 -2 3 4 5 പൊസിഷൻസ് നിങ്ങൾ മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 പൊസിഷനിലേക്കായിരിക്കും നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കുക. ഓക്കെ അല്ലേടാ? 5 പൊസിഷനിലേക്കായിരിക്കും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കുക. ഇനി ഈ 1 പൊസിഷനിലേക്കായിരിക്കും നിങ്ങളുടെ നൈട്രജൻ ബേസ് വന്ന് ബോണ്ട് ചെയ്യുക. അപ്പൊ ഇവിടെ അഡിനിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പുറത്ത് പെയർ ചെയ്യുന്ന ആളാരാടാ? തൈമിനാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെയിം സാധനത്തിന്റെ എന്താണ്? അപ്വേർഡ് ലൈക്ക് ഡൗൺവേർഡ് തിരിച്ചിട്ട് ഇൻവേർട്ടഡ് ഫിഗർ ആണ് ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഫോസ്ഫേറ്റുകൾ ഒരേ പ്ലെയിനിൽ വരാൻ പാടില്ല. അതൊരു റൂളാണ്. ഫോസ്ഫേറ്റുകൾ ഒരേ പ്ലെയിനിൽ വരാൻ വേണ്ടി പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഫോസ്ഫേറ്റ് ഈ ഒരു അപ്വേർഡ് പൊസിഷനിലാണെങ്കിൽ വേറെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ഡൗൺവേർഡ് നേരെ ഇൻവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ വെക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഡിനിൻ തൈമിനുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട് വിത്ത് 2 ഹൈഡ്രജൻ ബോൺസ് അല്ലെ. തൊട്ട് താഴത്തിന് നിങ്ങൾക്ക് ഗ്വാനിനും സൈറ്റോസിനും കാണാം വിത്ത് 3 ഹൈഡ്രജൻ ബോൺസ് ആണ് അവിടെ ഉള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ 5' നമ്മുടെ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇനി ഇതിന്റെ 3' പൊസിഷൻ ഉണ്ടാവുമല്ലോ. ആ 3' നിന്ന് ഒരു ബോണ്ട് പോയിട്ട് തൊട്ടടുത്തുള്ള താഴെയുള്ള എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗറിന്റെ മേലേക്ക് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇവിടുന്ന് 3' പൊസിഷനിൽ വന്നിട്ട് ഇവിടെയുള്ള 5' പൊസിഷനിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ആ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ഈ ഒരു ഡയഗ്രാം ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് ഈ ബോണ്ടുകളുടെ ഒക്കെ പേര് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അവിടെ ഫോം ചെയ്തിരിക്കുന്ന ബോണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ളതാണ് ഹൈഡ്രജൻ ബോണ്ട്, അതിൽ കാര്യമില്ല, അതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്യാതിരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷുഗറും അതേപോലെ തന്നെ നമ്മുടെ നൈട്രജൻ ബേസുമായിട്ട് പെയർ ചെയ്യുന്ന ഒരു ബോണ്ട് ഉണ്ടടാ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ ഷുഗറും അതേപോലെ തന്നെ നമ്മുടെ നൈട്രജൻ ബേസും തമ്മിലുള്ള ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് വിളിക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഷുഗറും ഫോസ്ഫേറ്റും തമ്മിലൊരു ബോണ്ട് ഉണ്ട് അല്ലെ. ഈ ഫോസ്ഫേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ബോണ്ട് ഉണ്ട്. അതിനെ നമ്മൾ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുക. ഓക്കെ ആണോ? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ഫസ്റ്റ്
കാറ്റഗറിയിൽ വരുന്ന ഷുഗറും തൊട്ടടുത്ത താഴെയുള്ള ഷുഗറുമായിട്ടൊരു ബോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഇതിന്റെ 3' നിന്ന് ഇതിന്റെ 5' ഇത് പോകുന്നത്. ആ ബോണ്ടിനെ നമ്മൾ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. മുന്നത്തത് എന്താണ്, ഫോസ്ഫേറ്റുമായിട്ട് സിമ്പിൾ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. പക്ഷെ രണ്ടാളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ 3 ബോണ്ടിന്റെ പേരും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ പൊളാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 5' ആണ്, ഇവിടെ 3' ആണ് വരിക അല്ലെ, ഇതിന്റെ 3' ആണ് വരിക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3' to 5' ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രാൻഡ് മിസ് വരച്ചിരിക്കുന്നത്. ഒന്ന് 5' to 3' ആയിരിക്കും, ഒന്ന് 3' to 5' ആയിരിക്കും. ക്ലിയർ ആയോടാ മക്കളെ? ഇനി ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയോസൈഡുകൾ എന്താണ്, ന്യൂക്ലിയോടൈഡുകൾ എന്താണെന്നുള്ളതാണ്. എടാ മക്കളെ, ന്യൂക്ലിയോസൈഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ആ ഒരു ഷുഗറും ആ ഒരു നൈട്രജൻ ബേസും കൂടി ഒരുമിച്ചുള്ളതിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. അതായത് സൈഡ് എസ് ഫോർ സെക്കൻഡ് എന്ന് ആലോചിച്ചാൽ മതി. അതായത് സെക്കൻഡ് എന്ന് വെച്ചാൽ 2 എന്നല്ല ഇതിന് മീൻ. അപ്പൊ 2 ആൾക്കാർ കൂടി ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോടൈഡ്, അപ്പൊ ടി അല്ലേ അവിടെ വരുന്നത്, T4 എന്നാണ് ഞാൻ ഓർത്ത് വെച്ചിരുന്നത്. അപ്പൊ 3 ആൾക്കാർ അവിടെ വേണം അല്ലെ. ഒന്നുമില്ല, ഇവിടെ 3 ആൾക്കാർ ആരൊക്കെയാണ് ഉള്ളത്? ഒന്ന് നമ്മുടെ ഷുഗർ ഉണ്ട് അല്ലെ, പെൻഡോ ഷുഗർ ഉണ്ട്, ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ നൈട്രജൻ ബേസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് 3ഉം കൂടെ കൂടിയുള്ള സ്ട്രക്ചറിനെ നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയാ. ഇനി എനിക്ക് ന്യൂക്ലിയോടൈഡിനെ വേറെ രീതിയിൽ എഴുതാം അല്ലെ. അതായത് ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൈട്രജൻ ബേസും നമ്മുടെ ഷുഗറും ആണ് അല്ലെ. ഇനി അതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടെ കൂടുമ്പോഴല്ലേ ന്യൂക്ലിയോടൈഡ് ആവുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് എനിക്ക് എഴുതിക്കൂടെ? അങ്ങനെ ഒരു 3 രീതിയിൽ എനിക്ക് എഴുതിക്കൂടെ? ഇതാ ഒന്നെന്ന് പറഞ്ഞാൽ ഇതാ നൈട്രജൻ ബേസ് പ്ലസ് പെൻഡോ ഷുഗറിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്നാണ് പറയുന്നത്. S for second 2 എന്ന് ആലോചിച്ചാൽ മതി. ന്യൂക്ലിയോടൈഡ് T4 എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. സോ ഈ നൈട്രജൻ ബേസ് പെൻഡോ ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇനി ഇതാ ഇത്രയും എണ്ണത്തിനെ ഞാൻ ന്യൂക്ലിയോസൈഡ് എന്നല്ലേ പറയുന്നത്. സോ എനിക്ക് ഇവിടെ എന്ത് എഴുതാം, ന്യൂക്ലിയോസൈഡ് പ്ലസ് യെസ് അതല്ലാതെ തന്നെ എഴുതരാം കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടെ വേറെ രീതിയിൽ ഇതിനെ എഴുതാം. ദാറ്റ് ഈസ് ഇത്രയും എണ്ണത്തിനെ ഞാൻ ന്യൂക്ലിയോസൈഡ് എന്നാണ് പറയുക. അപ്പൊ ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ത് തന്നെയാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്ത് തന്നെയാടാ? യെസ് ന്യൂക്ലിയോടൈഡ് തന്നെയാണല്ലേ. അപ്പം ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം, ന്യൂക്ലിയോസൈഡും അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ കൂടുന്നതാണ്. ഈ 3 രീതിയിലുള്ള എന്താണ്, 3 രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ദാ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബോർഡ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. നോക്കിക്കേട്ടോ, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സ്ട്രാൻഡ്. എന്നിട്ട് നമ്മളോട് ഇതിന്റെ പേര് എഴുതാൻ, ബോണ്ടിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്, അഡിനിനും അതേപോലെ തന്നെ തൈമിനും തമ്മിലുള്ള ബോണ്ടാണ്. നമുക്കറിയാം വ്യത്യസ്ത ഹൈഡ്രജൻ ബോണ്ട്. അവിടെ 2 എണ്ണം ഉണ്ടോ 3 എണ്ണം ഉണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടില്ല, ബോണ്ടിന്റെ പേര് എഴുതാനേ ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതും? യെസ്, A എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടാണ്. അടുത്ത് ഇവിടെ B കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബി നമുക്കറിയാം യെസ് ആ ഷുഗറും അതേപോലെ തന്നെ ഫോസ്ഫേറ്റും ആയിട്ടുള്ള ബോണ്ടാണ്, വിച്ച് ഇസ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ് അല്ലേ. ഇനി അടുത്ത സി നിങ്ങൾ നോക്കിക്കേ. യെസ്, സി എന്ന് വെച്ചാൽ ഇതിന്റെ 3' തൊട്ടടുത്തിരിക്കുന്ന ആളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ 5' ഫോസ്ഫേറ്റും ആയിട്ടുള്ള ബോണ്ടാണ് അല്ലേ. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്നല്ലേ. യെസ്, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഷുഗറും അതേപോലെ തന്നെ യെസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഷുഗറും അതേപോലെ തന്നെ നമ്മുടെ നൈട്രജൻ ബേസും തമ്മിലുള്ള ബോണ്ടാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈസിയാണ് ഈ ബോണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓൾറെഡി വരച്ച് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഓൾറെഡി ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ DNA കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേടാ? നോക്കിക്കേ, നമ്മുടെ സ്ട്രക്ചർ ഓഫ് DNA പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ എന്താണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, 2 സ്റ്റാൻഡ് ഉണ്ട് അല്ലെ. നോക്കിക്കേ, DNA is made up of 2 polynucleotide chain. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്, ന്യൂക്ലിയോടൈഡ്. ഇത് ഇത്രയും ഒരു ന്യൂക്ലിയോടൈഡ് ആണല്ലേ. യെസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് ഇത്രയും ഇത് ഇത്രയും ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. കറക്റ്റ് അല്ലേ? യെസ്. ഇത് ഇത്രയും ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ DNA ഉണ്ടാവുന്നത് അല്ലെ. സോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 polynucleotide chains അല്ലെ. കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടുള്ള പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഉണ്ടാവുന്നത്. അങ്ങനെ 2 സ്ട്രാൻഡ് ഉണ്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷുഗറും ഫോസ്ഫേറ്റും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേടാ, ഈ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ
ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരാണ്, ഷുഗറും ഫോസ്ഫേറ്റും ആണ് അതിന്റെ ബാക്ക് ബോൺ. പക്ഷെ നൈട്രജൻ ബേസിസ് എന്താണോ ചെയ്യുന്നത്? നൈട്രജൻ ബേസിസ് ജസ്റ്റ് ഉള്ളിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. കണ്ടോ, നൈട്രജൻ ബേസിസ് ഇങ്ങനെ ഉള്ളിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ബാക്കി എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? യെസ്, അതിന്റെ ഷുഗറും അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ് അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അതാണ് ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടുപേരും ആന്റി പാരലൽ പൊളാരിറ്റി ആണ്. എന്താണ് ആന്റി പാരലൽ എന്ന് പറഞ്ഞാൽ? ഇതാ, ഒരാൾ 5' to 3' ആണെങ്കിൽ വേറൊരാൾ 3' to 5' ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിരിക്കും അവരുടെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ. അത് മാത്രമേ അവിടെ എന്തുള്ളൂ? വ്യത്യാസമുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത്, വൺ ചെയിൻ ഹാസ് 5' 3' പൊളാരിറ്റി ആൻഡ് ദ അതർ ഹാസ് 3' 5' പൊളാരിറ്റി. ഇനി നൈട്രജൻ ബേസസ് ആണെങ്കിൽ അവർ ഹൈഡ്രജൻ ബോണ്ട്സ് വഴിയാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതായത് അഡിനിൻ ആണെങ്കിൽ 2 ഹൈഡ്രജൻ ബോണ്ടും, തൈമിൻ ആണെങ്കിൽ അഡിനിൻ പെയർസ് വിത്ത് തൈമിൻ വിത്ത് 2 ഹൈഡ്രജൻ ബോണ്ട്സ്, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആണെങ്കിൽ 3 ഹൈഡ്രജൻ ബോണ്ടും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് ഈ ഒരു കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് കാരണം അഡിനിൻ അല്ല പ്യൂരിൻ ഓൾവേസ് പെയർസ് വിത്ത് എന്താണ്? പിരമിഡിയൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങൾ ഇവിടെ ഒരു DNA സ്ട്രാൻഡിനെ വരച്ചു കഴിഞ്ഞാൽ, ഈ DNA സ്ട്രാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നമ്മുടെ ബേസ് പെയർസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതാ ഇവിടെ ഒരു ടേൺ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3.4 നാനോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം 10 ബേസ് പെയർസ് ആയിരിക്കും ടോട്ടൽ ഒരു ഒറ്റ ടേണിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇങ്ങനെ 10 ബേസ് പെയർസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എനിക്ക് ഇത് വെച്ചിട്ടൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം അല്ലേ? അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3.4 നാനോമീറ്റർ ആണ് ഇടാ. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3.4 നാനോമീറ്റർ ആണ്. മൊത്തം ആൾക്കാരുടെ എണ്ണം എന്ന് വെച്ചാൽ 10 ആണ്. സോ 0.34 നാനോമീറ്റർ ആയിരിക്കും എന്തടാ ഈ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ 0.34 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? മൊത്തം 10 എണ്ണം ഉണ്ട്. ടോട്ടൽ ആ ഡിസ്റ്റൻസ് വെച്ചാൽ 3.4 നാനോമീറ്റർ ആണ്. സോ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 0.34 എന്ന് കിട്ടി, വിച്ച് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് പെയർസ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? യെസ്. ഇനി ഈ രണ്ട് ചെയിൻസും എന്താണ്? റൈറ്റ് ഹാൻഡഡ് ഫാഷനിലായിരിക്കും. റൈറ്റ് ഹാൻഡഡ് ഒരു റൈറ്റ് സൈഡിലേക്കായിരിക്കും അത് കോയിൽ ചെയ്തിട്ടുണ്ടാവുക. ലെഫ്റ്റ് ഹാൻഡഡ് സൈഡിലുള്ളതും ഉണ്ട്, പക്ഷെ അതിനെപ്പറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുക. കൂടുതൽ ആൾക്കാരും എന്താണ്? റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് ഇത് കോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിച്ച് ഓഫ് ദ ഹെലിക്സ് ഇസ് 3.4 നാനോമീറ്റർ. പിച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോട്ടൽ ഒരു ടേൺ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ടോട്ടൽ എണ്ണത്തിനെയാണ് നമ്മൾ പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പൊ പിച്ച് ഓഫ് ദ ഹെലിക്സ് ഇവിടെ 3.4 നാനോമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തം 10 ബേസ് പെയർസ് ആണ് ഉള്ളത്. അപ്പൊ രണ്ട് ആൾക്കാർ തമ്മിലുള്ള ദൂരം കാണാൻ വേണ്ടിയിട്ട് അവരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? 0.34 നാനോമീറ്റർ എന്ന് കിട്ടി. അതിനെ ആംസ്ട്രങ്ങിലേക്ക് ആക്കിയപ്പോൾ 3.4 ആംസ്ട്രങ് എന്നുള്ളൊരു എമൗണ്ട് ആണ് കിട്ടിയത്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ന്യൂമറിക്കലാണ് കിട്ടിയത്. അത്രയേ ഉള്ളൂ. ഇനി ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദ അതർ ഇൻ എ ഡബിൾ ഹെലിക്സ്. ദിസ് ഇൻ അഡീഷൻ ടു എ ഹൈഡ്രജൻ ബോണ്ട് കൺഫേഴ്സ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഹെലിക്കൽ സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അതിന് നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട്, ദാറ്റ് ഓൾസോ ആഡ്സ് ടു ദ സ്റ്റെബിലിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചാർഗാഫ്സ് റൂൾ ആണ് മക്കളെ. ചാർഗാഫ്സ് റൂൾ എന്താണ്? ചാർഗാഫ്സ് റൂൾ എർവിൻ ചാർഗാഫ് ആണ് കേട്ടോ ഈ ഒരു റൂൾ കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പിരമിഡിയൻസുമായിട്ടാണ് പെയർ ചെയ്യുന്നത് അല്ലെ? പിരമിഡിൻസുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു 20 പ്യൂരിൻസ് ഉണ്ടെങ്കിൽ 20 പിരമിഡിൻസും ഉണ്ടാവില്ലേ? കാര്യം പ്യൂരിൻസ് എപ്പോഴും പിരമിഡിൻസ് ആയിട്ടാണ് പെയർ ചെയ്യുന്നത്. 20 പ്യൂരിൻസ് ഉണ്ടെങ്കിൽ 20 പിരമിഡിൻസ് എന്തായാലും ഉണ്ടാകും. നമ്മൾ അത്രയല്ലേ അവർക്ക് പെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് പെയർ ചെയ്യാത്ത ഓഡ് വൺ പോലെ നിൽക്കില്ലേ അല്ലേ? അപ്പൊ പ്യൂരിൻസ് എപ്പോഴും പിരമിഡിൻസ് ആയിട്ടാണ് പെയർ ചെയ്യുന്നത്. ഇപ്പൊ 20 പ്യൂരിൻസ് ഉണ്ടെങ്കിൽ 20 പിരമിഡിൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം 20 അഡിനിൻ ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ എന്താണ്? 20 തൈമിനും ഉണ്ടാവും. ഓക്കെ അല്ലേ? 20 തൈമിനും ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ റേഷ്യോ എടുത്ത് നോക്കി. ഇപ്പം അഡിനിൻ ബൈ തൈമിൻ നോക്കിക്കഴിഞ്ഞാൽ 20/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഗ്വാനിൻ സൈറ്റോസിന്റെ കാര്യം നമുക്ക് അതേപോലെ എടുത്തു നോക്കാം. ഗ്വാനിൻ സൈറ്റോസിന്റെ കാര്യം നമുക്ക് അതേപോലെ എടുത്തു നോക്കാം. അതായത് ഇപ്പം സൈറ്റോസിൻ 30 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചോ, ഗ്വാനിനും 30 എണ്ണമായിരിക്കും ഉണ്ടാവുക. അപ്പൊ സൈറ്റോസിൻ ഗ്വാനിൻ ബൈ സൈറ്റോസിൻ എന്ന് പറഞ്ഞാൽ 30/30 ദാറ്റ് ഈസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എനിക്ക് കിട്ടി അല്ലേ? അപ്പൊ അത് തന്നെയാണ് ചാർഗാഫ് റൂളിൽ പറയുന്നത്. അഡിനിൻ by thymine that equal to guanine by cytosine equal to 1, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം അതിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ഈ ടീനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ A equal to T എന്നല്ലേ വരിക? അത്രയേ ഉള്ളൂ. അതേപോലെ ഈ സീനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ G equal to C എന്നല്ലേ വരിക? അത്രയേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? യെസ്. ഇത്രയും കാര്യം മാത്രമേ ആര് പറഞ്ഞിട്ടുള്ളൂ? നമ്മുടെ ചാർഗാഫ് പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ,
amount of purines in a DNA molecule is always equal to the amount of pyrimidines. Purinsന്റെ എണ്ണവും pyrimidinന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. എന്നാൽ മാത്രമല്ലേ അവർക്ക് പെയർ ചെയ്യാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടായിരിക്കും, ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടായിരിക്കും പെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ റൂളിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അഡിനിന്റെ എണ്ണം 30 അതേപോലെ തന്നെ ഗ്വാനിന്റെ സൈറ്റോസിന്റെ എണ്ണം ഗ്വാനിന്റെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഗ്വാനിന്റെ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ സൈറ്റോസിന്റെ എണ്ണം കണ്ടുപിടിക്കാം, അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് തൈമിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേടാ? ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇനി ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ആരാണ് കൊണ്ടുവന്നത്? അതായത് DNA ഇങ്ങനെ ഡബിൾ ഹെലിക്കൽ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ആരാണ് ആദ്യം പറഞ്ഞത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ദ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA വാസ് പ്രപ്പോസ്ഡ് ബൈ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. കേട്ടോ, രണ്ടുപേരും കൂടെയാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ജെയിംസ് വാട്ടനും അതേപോലെ തന്നെ ഫ്രാൻസിസ് ക്രിക്കും ഒരുമിച്ചാണ് ഈ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത്. ഇനി ആരുടെ സഹായത്തോടു കൂടിയാണ്? അതായത് റൊസാലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് മുന്നേ കുറച്ച് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഒബ്സർവേഷൻസിലൂടെയാണ് നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് എന്ത് ചെയ്തത്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA കണ്ടുപിടിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ നമ്മുടെ എർവിൻ ചാർഗാഫിന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസും കൂടി ഇവർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, DNA അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബോർഡ് ക്വസ്റ്റ്യൻ നോക്കാടാ. എക്സ്പാൻഡ് ദ ടേം DNA. ഈസി ആണല്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് DNAയുടെ എക്സ്പാൻഷൻ. ആരാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്തത്? ആരാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തത്? യെസ്, വാട്സൺ ആൻഡ് ക്രിക്ക് ആണല്ലേ. ഇനി നമ്മുടെ DNAയിലുള്ള നൈട്രജൻ ബേസസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, DNAയിലുള്ള നൈട്രജൻ ബേസ് ആണെങ്കിൽ ATGC എന്നാണ് പറയാ. ഇനി RNAയിലുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ AUGC എന്നാണ് പറയാ. കാര്യം തൈമിന് പകരം ആരാണ് ഇവിടെ ഉള്ളത്? യുറാസിലാണുള്ളത്. RNAയിൽ ബാക്കിയൊക്കെ സെയിം ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. DNAയിൽ ATGC ആണ്, RNAയിൽ AUGC ആണ്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജിയിലേക്കാണ്. എന്താണ് മക്കളെ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഒക്കെ അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ? അതായത് DNAയിൽ നിന്ന് RNA ഉണ്ടാവുന്നുണ്ട്, RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഈ ഒരു ഫ്ലോ ചാർട്ടിനെയാണ് നമ്മൾ ശരിക്കും സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ട് അതിലേക്ക് നോക്കാം അല്ലേ? ഇത് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ഫ്രാൻസിസ് ക്രിക്ക്. ഓക്കെ അല്ലേടാ? ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ DNAയിൽ നിന്ന് mRNA ഉണ്ടാവുന്നുണ്ട്, mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഇനി ഈ DNAയിൽ നിന്ന് mRNA ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയാ. അതേപോലെ mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നതിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് പറയാ. ഓക്കെ ആണോ? ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. DNA സ്വന്തമായിട്ട് DNAയുടെ കോപ്പി ഉണ്ടാക്കുന്നതിനെ നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ എന്തായിരിക്കും? ആ പേര് പോലെ തന്നെയാണ് കേട്ടോ. അതായത് mRNAയിൽ നിന്ന് തിരിച്ച് DNA ഉണ്ടാക്കുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ചില ഓർഗാനിസം, വൈറസസ് പോലുള്ള ഓർഗാനിസത്തിൽ ഈ ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാറുണ്ട്. നിങ്ങൾക്ക് അതിനെ പറ്റി പഠിക്കാനില്ല, ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ DNA സ്വന്തമായിട്ട് കോപ്പി ഉണ്ടാക്കുന്നതിന് എന്താണ്? റെപ്ലിക്കേഷൻ നമ്മൾ പറയും. DNA to mRNA ആണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ, mRNA to പ്രോട്ടീൻ ആണെങ്കിൽ ട്രാൻസ്ലേഷൻ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ, റെപ്ലിക്കേഷൻ, ട്രാൻസ്ലേഷനെ പറ്റിയിട്ടൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്. അതാ അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ബോർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ് റെപ്രസെന്റഡ് ആസ് A and B. ഇവിടെ എയും ബിയും അൺനോൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി റെപ്ലിക്കേഷൻ ഇവിടെ മാർക്ഡ് ആണല്ലേ? അതായത് DNAയിൽ നിന്ന് സ്വന്തമായിട്ട് DNA ഉണ്ടാവുന്നതിന് നമ്മൾ റെപ്ലിക്കേഷൻ എന്നാണ് പറയാ. പിന്നെ DNAയിൽ നിന്ന് mRNA ഉണ്ടാവുന്നതിന് എന്താണ് പറയുന്നത്? യെസ്, നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ? യെസ്. ഇനി mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നതിന് നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്. ഈസി അല്ലേ ഇത്? നിങ്ങളോട് സെൻട്രൽ ഡോഗ്മ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അടയാളപ്പെടുത്തേണ്ട സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ DNAയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.2 മീറ്റർ ആടാ. 2.2 മീറ്ററിലെ DNA എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയസിന്റെ അകത്ത് ഇത്ര അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് ചെറുതായിരിക്കുന്നത് നമുക്ക് അറിയണ്ടേ? ഇത്രയും വലിയൊരു സാധനമാണ്. അതിനെ എങ്ങനെയാടാ നമ്മുടെ സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസ്, നിങ്ങൾ ആലോചിക്കണം കേട്ടോ, സെല്ലിന്റെ അത് തന്നെ മൈക്രോസ്കോപ്പിക് ആണ്. സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസിന്റെ അകത്ത് ഇതിനെ എങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആകാംക്ഷയില്ലേ? പ്രോകാരിയോട്സിന്റെ കേസിലാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ.
പ്രോകാരിയോട്സിന്റെ കേസിലാണെങ്കിൽ എന്താടാ, അതിങ്ങനെ സിമ്പിൾ ആയിട്ട് എന്താണ് ഒരു റീജിയൻ ഉണ്ടാവും. അതായത് നമ്മളിതിനെ ഇങ്ങനെ ഒരു റീജിയൻ ഉണ്ടാവും, ന്യൂക്ലിയോയിഡ് എന്നാണ് പറയുക. അവിടെ ജസ്റ്റ് പ്രോട്ടീൻസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ 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 ഇരിക്കും. ഇതിനെ ഒരു റീജിയനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഇങ്ങനെയാണ് പ്രോകാരിയോട്സിന്റെ കേസിലുള്ളത്. യൂകാരിയോട്സിന്റെ കേസിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്താൽ പോലും, നമുക്ക് നല്ല അടിപൊളി മെഷീനറി കാര്യങ്ങളൊക്കെ വേണം അല്ലേ യൂകാരിയോട്സിന്റെ കേസിൽ. കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലേ യൂകാരിയോട്സ് എന്ന് വെച്ചാൽ. യെസ്. അപ്പോൾ നമ്മൾ യൂകാരിയോട്സിന്റെ കേസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരു പ്രത്യേകതരം പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതിനെ നമ്മൾ പാക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രോട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്നാണ് വിളിക്കുക. ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്നാണ് വിളിക്കുക. ക്ലിയർ ആയോടാ? ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്നാണ് വിളിക്കുക. ഇനി വൈ ഹിസ്റ്റോൺ? എന്തുകൊണ്ട് ഹിസ്റ്റോൺ? അതായത് ഇത്രയധികം പ്രോട്ടീൻസ് അവിടെ ഉണ്ടായിട്ട് എന്തിനാണ് ഹിസ്റ്റോണെ തന്നെ എടുത്തത്? ദാറ്റ് ഈസ് അവർ ബേസിക് ഇൻ നേച്ചറാണ്, അല്ലെങ്കിൽ അവരുടെ അമിനോ ആസിഡ്സ് എന്ന് വെച്ചാൽ ബേസിക് ഇൻ നേച്ചറാണ്. നമുക്കറിയാം നമ്മുടെ DNA എന്ന് പറഞ്ഞാൽ അസിഡിക് ആണല്ലേ, ആസിഡ് ആണ്. ഡിയോക്സോറൈബോ ന്യൂക്ലിക് ആസിഡ് അസിഡിക് ആണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ്. സോ ആ നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു പോസിറ്റീവ് ചാർജ് കൊടുത്താൽ മാത്രമേ ഇത് ഒരുമിച്ചിരിക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാം അല്ലേ, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്, ലൈക്ക് ചാർജസ് റിപ്പൽ. നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരേ ചാർജുകളിനെ കൊണ്ടുവന്നാൽ അത് അടുത്തിരിക്കില്ല, ഇങ്ങനെ റിപ്പൽ ചെയ്ത് കളിക്കും. പക്ഷെ ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ ദേ വിൽ അട്രാക്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്തത്? ഹിസ്റ്റോണിനെ ചൂസ് ചെയ്തത്. നോക്കിക്കേ, ഹിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇറ്റ്സ് എ സെറ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻസ് റിക്വയർഡ് ഫോർ ദ പാക്കേജിംഗ് ഓഫ് DNA. അവിടെ അമിനോ ആസിഡ് ബേസിക് ആയിരിക്കും, അർജിനിൻ ആൻഡ് ലൈസിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈഡ് ചെയിൻസിൽ അവരുടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്റോണിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ പാക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിലേക്ക് നോക്കിയിരുന്നു കേട്ടോ. എങ്ങനെയാണ് പാക്കിംഗ് വരുന്നത് എന്നുള്ള കാര്യം നോക്കിക്കേ. ഇവര് 8 ആൾക്കാരുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് 8 എണ്ണമുള്ള. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ ആണോ? 8 പേര് അടങ്ങുന്ന ഹിസ്റ്റോൺസ് ഒരുമിച്ച് കൂടിയിട്ടുള്ളതിനെ നമ്മൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്നാണ് വിളിക്കുക. ഇനി ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ചുറ്റും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മുടെ DNA നമ്മളിങ്ങനെ റാപ്പ് ചെയ്യും. നമ്മളിങ്ങനെ റാപ്പ് ചെയ്ത് വെക്കും DNA. ഇനി DNA ഇവിടുന്ന് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, H1 ഹിസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിന് നമ്മളിങ്ങനെ ചേർത്ത് വെക്കും, ഇതിനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ DNA എന്താണ് നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ചുറ്റും DNA റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് H1 ഹിസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫുൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ ഒരു ഫുൾ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫുൾ സ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് DNA കംപ്ലീറ്റ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കോർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾ. കാര്യം 8 എണ്ണം ഒരുമിച്ചുള്ള ഒരു കോർ അല്ലേ, അതാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺ ഒക്ടാമർ തന്നെയാണ്. അതിന്റെ കോർ പോർഷൻ ആണ്, മിഡിൽ പോർഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ DNA H1 ഹിസ്റ്റോൺ. ഈ ഡയഗ്രാം ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാര്യം നിങ്ങൾക്ക് എക്സാമിനേഷന് ഒന്നല്ലെങ്കിൽ ഈ ഡയഗ്രാം തന്നിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അല്ല ഇത് വരയ്ക്കാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ എന്താണ്, നിങ്ങൾ അറിഞ്ഞു വെക്കുക. അത് ഈസിയാണ് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. മാർക്ക് ചെയ്യാൻ എന്തായാലും കമ്പൽസറി ആയിട്ട് പഠിക്കുക. DNA H1 ഹിസ്റ്റോൺ, കോർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾസ്, അതേപോലെ ഹിസ്റ്റോൺ ഒക്ടാമർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കാം. ഇനി ഇതിനെ നമ്മൾ ഈ ഫുൾ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം അല്ലേ. ഇനി നോക്കിക്കേ എന്താ അവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. നെഗറ്റീവ്ലി ചാർജ് DNA is wrapped around positively charged histone octamer to form nucleosome ആണ്. ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോമിൽ ഏകദേശം 200 ബേസ് പെയർസ് ഓഫ് ഡബിൾ ഹെലിക്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 200 ബേസ് പെയർസ് ആണ് ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയോസോമിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി കണ്ടോ, പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് ക്വസ്റ്റ്യൻ വന്നു അല്ലേ. നോക്കിക്കേ, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഐഡന്റിഫൈ ദ ഫിഗർ. നമുക്കറിയാം ന്യൂക്ലിയോസോം ആണ് അല്ലേ. എത്ര ഹിസ്റ്റോൺ മോളിക്യൂൾസ് കൂടിയിട്ടാണ് ഒരു ന്യൂക്ലിയോസോം ഉണ്ടാവുക, ഒരു ഹിസ്റ്റോൺ കോർ ഉണ്ടാക്കുന്നത്? 8 എണ്ണമാണ് അല്ലേ. മിസ് ഇവിടെ വരച്ചും കൊടുത്തിട്ടുണ്ട്. 8 എണ്ണം കൂടിയിട്ടാണ് ഒരു എന്തുണ്ടാക്കുന്നത്, യെസ്, ഒരു ഹിസ്റ്റോൺ കോർ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവരെ കാണാൻ പറ്റുക. ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, ഒരു ബീഡ്സ് ഓൺ എ സ്ട്രിങ് സ്ട്രക്ചർ അല്ലേ. ബീഡ്സ് ഓൺ എ സ്ട്രിങ് സ്ട്രക്ചർ അല്ലേ. അതായത് നമ്മളിപ്പോൾ മുത്തുമാലയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ മുത്തുമാല കോർത്ത പോലെ ആയിരിക്കും നമ്മുടെ ന്യൂക്ലിയോസോംസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയോസോം ആണ്, ഇതിപ്പോൾ സെക്കൻഡ് ന്യൂക്ലിയോസോം ആണ്, ഇതിപ്പോൾ തേർഡ് ന്യൂക്ലിയോസോം ആണെന്ന് വിചാരിച്ചു. ഇനി ഫസ്റ്റ് ന്യൂക്ലിയോസോമിനെയും സെക്കൻഡ് ന്യൂക്ലിയോസോമിനെയും കണക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലിങ്കർ DNA, എ പീസ് ഓഫ് DNA വിച്ച് കണക്ട്സ് എന്താണ് ന്യൂക്ലിയോസോംസ് ടുഗദർ. അതിനെയാണ് നമ്മൾ ലിങ്കർ DNA. കണ്ടോ, ഫസ്റ്റ് ന്യൂക്ലിയോസോമിനെ സെക്കൻഡ് ന്യൂക്ലിയോസോമിനെ കണക്ട് ചെയ്യുന്ന ആളാണ് ലിങ്കർ. അതേപോലെ തന്നെ സെക്കൻഡും തേർഡും. അപ്പോൾ പീസ് ഓഫ് DNA വിച്ച് കണക്ട്സ് ദ ന്യൂക്ലിയോസോംസ് അല്ലെങ്കിൽ അഡ്ജസന്റ് ന്യൂക്ലിയോസോംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതിനെയാണ് നമ്മൾ ലിങ്കർ DNA എന്ന് വിളിക്കുന്നത്.
അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ബീഡ്സ് ഓൺ എ സ്ട്രിങ് സ്ട്രക്ചർ, അത് ലേറ്റർ കണ്ടൻസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നത്. എന്താണ്, തിന്നായിട്ടുള്ള ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ നിങ്ങൾ സെൽ ഡിവിഷൻ പഠിച്ചിട്ടുണ്ടല്ലേ, സെൽ ഡിവിഷന്റെ ഡിഫറെന്റ് ഫേസസ് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അതിലെന്താണ് മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, അങ്ങനെ കുറെ ഫേസസിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ മെറ്റാഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതെല്ലാം കറക്റ്റ് ഒരു പ്രോപ്പർ അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ടീലോഫേസിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്, സോറി അനാഫേസിൽ ടീലോഫേസിൽ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലേ. ടീലോഫേസിൽ അഗെയിൻ ഇറ്റ് സ്റ്റാർട്സ് ടു റീഅപ്പിയർ അല്ലെ. അനാഫേസിലാണ് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പോൾസിലേക്ക്. അപ്പൊ മെറ്റാഫേസിൽ എന്താണെന്ന് വെച്ചാൽ ഇത് അലൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്രോമസോം സ്ട്രക്ചർ, ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ക്രോമസോം സ്ട്രക്ചർ ഉണ്ടാവുന്നത്. ആ ക്രോമസോം ആണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത് വിത്ത് സെൻട്രോമിയർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് കളറിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് NHC അല്ലെങ്കിൽ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഹിസ്റ്റോണിൽ ഉൾപ്പെടാത്ത പ്രോട്ടീൻ ആണ്, അതുകൊണ്ടാണ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞത്. അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ പ്രസന്റ് ആയിരിക്കും. കാര്യം ഇതിനെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി പോകാതിരിക്കാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ NHCനെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോടാ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി ക്രൊമാറ്റിന് മൊത്തം 2 ഫോംസ് ആണുള്ളത്. ഓക്കെ അല്ലേ, ഇതും എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 2 ഫോംസ് ആണ് നമ്മുടെ ക്രൊമാറ്റിൻ ഉള്ളത്. ദാറ്റ് ഈസ് യൂക്രൊമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രൊമാറ്റിൻ. ഓക്കെ ആണോ? യൂക്രൊമാറ്റിനും ഉണ്ട്, ഹെറ്ററോക്രൊമാറ്റിനും ഉണ്ട്. ഇനി യൂക്രൊമാറ്റിൻ, യു എന്ന് പറഞ്ഞാൽ ട്രൂ ആണ് അല്ലെ, യു ബാക്ടീരിയ ട്രൂ ബാക്ടീരിയ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ യൂക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആയിരിക്കും. അപ്പൊ ലൂസായിട്ട് പാക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ സ്റ്റെയിൻ ഒഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് സ്റ്റെയിൻ അതിൽ പിടിക്കില്ല അല്ലെ. സോ എന്താണ്, അത് ലൂസ്ലി പാക്ഡ് ആയിരിക്കും, അത് വളരെ ലൈറ്റ് ആയിട്ടേ സ്റ്റെയിൻ ചെയ്യുള്ളൂ. അങ്ങനെ ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് റീജിയൻ ഓഫ് ക്രൊമാറ്റിൻ എന്ന് നമ്മൾ അതിനെ പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അതായത് നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചോ, ക്രൊമാറ്റിന് 2 ഫോംസ് ആണുള്ളത്. ഒന്ന് യു ക്രൊമാറ്റിനും ഹെറ്ററോക്രൊമാറ്റിനും. അതിൽ യു ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യു ക്രൊമാറ്റിൻ എന്ന് വെച്ചാൽ ട്രൂ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ട്രൂ ക്രൊമാറ്റിൻ ആയിരിക്കും. പിന്നെ അവിടെ എന്താണ്, അത് വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും സ്റ്റെയിൻ ചെയ്യുക, സ്റ്റെയിൻസ് ലൈറ്റ്. അതേപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ഏരിയ ആണെന്ന് പറഞ്ഞാൽ യു ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ. ഇനി ഹെറ്ററോക്രൊമാറ്റിൻ എന്ന് പറയുമ്പോൾ ഹെറ്ററോക്രൊമാറ്റിൻ എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. അങ്ങനെ ഡെൻസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്റ്റെയിൻ അധികം വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ, ഇറ്റ് സ്റ്റെയിൻസ് ഡാർക്ക്. പിന്നെ എന്താണ്, ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയ ആയതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷനലി അത്ര ആക്റ്റീവ് അല്ലാത്ത ഏരിയ ആയിരിക്കും അതെന്ന് പറഞ്ഞാൽ. അതാണ് ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് റീജിയൻ ഓഫ് ക്രൊമാറ്റിൻ നമ്മൾ പറയുന്നത്. ഇത് 2 ബോക്സ് ആയിട്ട് തന്നെ ഈ 3 ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളോട് ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ബോക്സ് ആയിട്ട് വരച്ചിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ, ഈസി ആയിട്ടുള്ള കാര്യമാണിതെന്ന് പറഞ്ഞാൽ. ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. നമ്മളിങ്ങനെ എന്താടാ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, DNA ആണോ, RNA ആണോ, പ്രോട്ടീൻ ആണോ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഫ്രെഡറിക് മീഷർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പസ് സെൽസ് ഉണ്ടല്ലോ, പഴുപ്പിന്റെ അവിടെയുള്ള സെൽസ്, അതിനെ എടുത്തപ്പോൾ അദ്ദേഹം ഒരു സാധനത്തിനെ ഒബ്സർവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ന്യൂക്ലിയസ് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു സാധനത്തിനെ ഒബ്സർവ് ചെയ്തു. അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ന്യൂക്ലിൻ. ന്യൂക്ലിൻ എന്നാണ് വിളിച്ചത്. കണ്ടോ, ന്യൂക്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, DNA ആസ് അസിഡിക് സബ്സ്റ്റൻസ് ഇൻ ദ ന്യൂക്ലിയസ് വാസ് ഫസ്റ്റ് ഐഡന്റിഫൈഡ് ബൈ. കണ്ടോ, അതായത് പസ് സെൽസിന്റെ ന്യൂക്ലിയസ് നോക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയൊരു സബ്സ്റ്റൻസ് ആണ് ന്യൂക്ലിൻ എന്നാണ് അദ്ദേഹത്തിന് അതിനെ വിളിച്ചത്. ഒരു അസിഡിക് നേച്ചർ ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഫ്രെഡറിക് മീഷർ ആണ് കേട്ടോ ആദ്യമായിട്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്തത്. പിന്നെ ലേറ്റർ എന്താണ്, കുറെ സ്റ്റഡീസ് ഒക്കെ വന്നു. ഇത് എന്താണ് ഈ സാധനം, അല്ലെങ്കിൽ എന്താണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ കുറെ സ്റ്റഡീസ് ഒക്കെ വന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1926 സ്റ്റഡീസ് ടു ഡിറ്റർമൈൻ ദ ജനറ്റിക് മെറ്റീരിയൽ റീച്ച് മോളിക്കുലാർ ലെവൽ. കണ്ടോ, അതായത് ഇതിങ്ങനെ നോക്കി മോളിക്കുലാർ ലെവൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ജനറ്റിക് ലെവൽ, DNA RNA ആ ലെവലിലേക്ക് ഇതിനെ എത്തി, അല്ലെങ്കിൽ ഒരുപാട് മോളിക്കുലാർ ആയിട്ടുള്ള ലെവലിലേക്ക് ഇത് എത്തി നിൽക്കുന്നു സ്റ്റഡീസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റഡിയാണ് നമ്മുടെ 1928 നമ്മുടെ ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹം നടത്തിയ, അല്ലെങ്കിൽ ആദ്യത്തെ എക്സ്പെരിമെന്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം കുറെ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ എക്സ്പെരിമെന്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ. നോക്കിക്കേ, ആദ്യമായിട്ട് അദ്ദേഹം എടുത്തത് ഇവിടെയുള്ള ഓർഗാനിസത്തിന്, നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു എക്സ്പെരിമെന്റൽ ഓർഗാനിസം വേണം അല്ലെ. അപ്പൊ അദ്ദേഹം എടുത്തത് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ആണ് അല്ലെ, നിമോണിയ ഉണ്ടാക്കുന്നതാണ്. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇനി അതിന് 2 സ്ട്രെയിൻസ് ആണ് ഉള്ളത്. അതായത് R സ്ട്രെയിനും ഉണ്ട്, S സ്ട്രെയിനും ഉണ്ട്. അതായത് S സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരിക്കും. സ്മൂത്ത് എന്ന് വെച്ചാൽ അതിന് നല്ല
നല്ലൊരു പ്രോട്ടീൻ കോട്ടൊക്കെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഉടുപ്പൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും എന്താണ് എസ് എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് എസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരായിരിക്കും ഡിസീസ് കോസിങ്. അതുകൊണ്ടാണ് അതിനെ വിറുലന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവരായിരിക്കും എന്തുണ്ടാക്കുക, ഡിസീസ് കോസിങ് ആയിട്ടുള്ള ആൾക്കാരാണ് എസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അതായത് അവർ പുറമെ നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ മനസ്സ് കൊള്ളൂല എന്ന് പറയുന്നതിനോട് തന്നെ എസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്, ഡിസീസ് കോസിങ് ആണ്. ദേ ആർ വിറുലന്റ്. ആർസ്ട്രെയിൻ എന്ന് വെച്ചാൽ വളരെ റഫ് ആയിരിക്കും. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വളരെ റഫ് ആറ്റിറ്റ്യൂഡ്, പക്ഷെ അവരുടെ ഉള്ളിൽ സ്നേഹമായിരിക്കും എന്ന് പറയുന്നതിനോട് തന്നെ ആർസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, റഫ് ഇൻ അപ്പിയറൻസ് ആണ്, പക്ഷെ എന്താണ്, അവർ വിറുലന്റ് അല്ല, ദാറ്റ് ഈസ് ദേ ആർ നോൺ വിറുലന്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മൈസിനെ എടുത്തു. മൈസിനെ എടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ, മൈസിനെ എടുത്തിട്ട് ആദ്യം തന്നെ എസ്ട്രെയിനെ കൊടുത്തു. അപ്പൊ എസ്ട്രെയിൻ എന്ന് വെച്ചാൽ ഡിസീസ് കോസിങ് ആണ്, ഡിസീസ് ഉണ്ടാക്കുന്ന നിമോണിയ കോസ് ചെയ്യുന്നതാണല്ലേ. അപ്പൊ എസ്ട്രെയിൻ എന്ന് വെച്ചാൽ അപ്പൊ എസ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, മൈസിന് നിമോണിയ വന്നു, മൈസ് മരിച്ചു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ആർസ്ട്രെയിൻ എടുത്തു. ആർസ്ട്രെയിൻ എടുത്തപ്പോൾ എന്താണ്, 6 ഡിസീസ് ഉണ്ടാക്കാത്തതാണ്. അപ്പൊ ആർസ്ട്രെയിനെ കൊടുത്തപ്പോൾ മൈസ് ജീവിച്ചു. ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, എസ്ട്രെയിൻ എടുത്തിട്ട് അതിനെ ഹീറ്റ് കിൽ, അതായത് നല്ലോണം ചൂടാക്കി അതിനുള്ളിലെ എന്താണ് DNA ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഹീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ കൊടുത്തു. എസ്ട്രെയിനെ അതിനകത്തേക്ക് കൊടുത്തു, മൈസിലേക്ക് കൊടുത്തു. അപ്പൊ എന്താണ്, മൈസിൽ ഇഞ്ചെക്ട് ചെയ്ത സാധാരണ മൈസിന് എസ്ട്രെയിൻ കൊടുത്തപ്പോൾ മൈസിന് നിമോണിയ ഒന്ന് മരിച്ചു അല്ലെ. പക്ഷെ ഹീറ്റ് കിൽഡ് ആയ സമയത്ത് മൈസിന് എന്താണ്, മൈസിന് ജീവനുണ്ട്, മൈസിന് ഒന്നും പറ്റിയില്ല. മനസ്സിലായോ? അപ്പൊ ഡിസീസ് ഉണ്ടാക്കുന്ന എന്തോ ഒരു സാധനം അവിടെ നശിപ്പിക്കപ്പെട്ടു എന്നല്ല അതിനർത്ഥം. യെസ്. അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയോ, ഹീറ്റ് കിൽഡ് എസ്ട്രെയിനെ എടുത്തു. ഇനി നമ്മൾ ആർസ്ട്രെയിനെ എടുത്തു. ആർസ്ട്രെയിൻ എന്തായാലും ഡിസീസ് ഉണ്ടാക്കില്ല. എസ്ട്രെയിൻ എന്ന് വെച്ചാൽ ഓൾറെഡി ഡിസീസ് കപ്പാസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു. മൈസിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും മൈസ് ജീവിക്കല്ലേ വേണ്ടേ, പക്ഷെ ഇവിടെ മൈസ് മരിച്ചുപോയി. അതെന്താ അത്ഭുതമാണ് അല്ലേ. നമ്മൾ ഹീറ്റ് കിൽഡ് എസ്ട്രെയിനെ ഒറ്റയ്ക്ക് കൊടുത്തപ്പോൾ മൈസിന് എന്താ, മൈസ് ജീവിച്ചു. അതേപോലെ ഹീറ്റ് കിൽഡ് എസ്ട്രെയിനെ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്തൊരു ആസ്ട്രെയിനെയും കൂടി കൊടുത്തപ്പോൾ മൈസ് മരിച്ചുപോയി. അപ്പൊ അതെന്താണെന്ന് അറിയണ്ടേ. യെസ്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്, അദ്ദേഹം ആ മരിച്ച മൈസിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താ കിട്ടിയെന്ന് അറിയോ, അദ്ദേഹത്തിന് എസ്ട്രെയിനെ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എസ്ട്രെയിനെ കിട്ടി അദ്ദേഹത്തിന്, അതായത് ഈ ആർസ്ട്രെയിൻ ഉണ്ടല്ലോ, ഈ ആർസ്ട്രെയിനിലേക്ക് ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിൽ നിന്ന് എന്തോ ഒരു സാധനം പോയിട്ട് ആർസ്ട്രെയിനിലേക്ക് കയറി ആ ആർസ്ട്രെയിനും കൂടി എന്തായിട്ട് മാറി, എസ്ട്രെയിൻ ആക്കി മാറ്റി. അതാണ് അദ്ദേഹം വിളിച്ചത് എ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് അദ്ദേഹം വിളിച്ചത്. ഓക്കെ ആണോ? എന്തോ ഒരു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ അവിടെ നടന്നിട്ടുണ്ട്. അതാണ് ഈ ആറിനെയും കൂടി എസ് ആക്കി മാറ്റിയത്. അതായത് ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്സിൽ നിന്ന് എന്തോ ഒരു സാധനം ആറിലേക്ക് പോയിട്ട് അത് എസ്ട്രെയിൻ ആക്കി മാറി. എസ്ട്രെയിൻ എന്ന് വെച്ചാൽ ഡിസീസ് കോസിങ് അല്ലേ, അതുകൊണ്ടാണ് മൈസിന് നിമോണിയ വന്ന് മരിച്ചു പോയത്. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് ഇതിലൂടെ വ്യക്തമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ എന്താണ് ഇങ്ങനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രൂവ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഇനി ഇതെന്താണ് അദ്ദേഹം പറഞ്ഞു, എന്താന്ന് വെച്ചാൽ അതാ സം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ടു ആർസ്ട്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു സാധനം അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ എസ്ട്രെയിൻ്റെ ഡെവലപ്മെന്റ് വന്നത്. എസ്ട്രെയിൻ അദ്ദേഹം ഐസൊലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത് വിറുലന്റ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദിസ് മസ്റ്റ് ബി ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. കണ്ടോ? ഒരു ജനറ്റിക് മെറ്റീരിയലിന് മാത്രമേ വേറൊരു ജനറ്റിക് മെറ്റീരിയൽ എന്തുണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ, ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇതെന്തുകൊണ്ടാണ്, ഈ ജനറ്റിക് മെറ്റീരിയലിന്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ലേറ്റർ എന്താണ് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഗ്രിഫിത്ത് പറഞ്ഞ് അവിടെ നിർത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, നോക്കിക്കേ. ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ഗ്രിഫിത്ത്സ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് ഇസ് ഗിവൻ ബിലോ. അതിൽ എസ്ട്രെയിൻ കണ്ടോ, ഇഞ്ചെക്ട് ഇൻടു മൈസ് എ എന്ന് കൊടുത്തിട്ടുണ്ട്. എസ്ട്രെയിൻ കൊടുത്തു കഴിയുമ്പോൾ മൈസ് എന്താണ്, മൈസ് മരിച്ചു അല്ലേ, ദാറ്റ് ഇസ് മൈസ് ഡെഡ്. ഇനി ആർസ്ട്രെയിൻ കൊടുത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്, മൈസ് ജീവിച്ചു. യെസ്, മൈസ് ജീവിച്ചു. ഇനി എസ്ട്രെയിൻ ഹീറ്റ് കിൽഡിന് മൈസിലേക്ക് കൊടുത്തപ്പോൾ മൈസ് എന്താണ്, മൈസ് ജീവിച്ചു. ഇനി രണ്ടിനെയും കൂടെ മിക്സർ കൊടുത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്, മൈസ് മരിച്ചു. ഇനി what is the result of experiment in each step A, B, C? അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. റൈറ്റ് ദ സയന്റിഫിക് നെയിം ഓഫ് ദ മൈക്രോ ഓർഗാനിസം യൂസ്ഡ്. എന്താണ്, സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വേറൊരു രീതി, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്കുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ അവറി, മെക്ലിയോയിഡ് ആൻഡ് മെക്കാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള 3 സയന്റിസ്റ്റ് കൊണ്ടുവന്നത്. അതാണ് ബയോ കെമിക്കൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടി എന്താണ് ഹൈ ലെവലിലേക്ക് ഈ ഒരു എക്സ്പെരിമെന്റിനെ ഉയർത്തുകയാണ് അവർ ചെയ്തിരുന്നത്. ആരൊക്കെയാണ്, അവറി, മെക്ലിയോയിഡ് ആൻഡ് മെക്കാർട്ടി. അവർ ചെയ്ത സാധനമാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് മൈസ് ആർസ്ട്രെയിൻ ഉണ്ട്, ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ഉണ്ടെന്ന് ചോദിച്ചു. അതായത് നമ്മുടെ ഈ ലാസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന സാധനത്തിനാണ് കേട്ടോ, ഈ ലാസ്റ്റ് 4th കാറ്റഗറിയിൽ വരുന്ന സാധനത്തിനാണ് ഇവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തു എന്നറിയോ, 3 എൻസൈമിനെ അങ്ങ് കൊടുത്തു. ആ 3 എൻസൈം ഏതൊക്കെയാ, നമുക്കിപ്പോൾ ഡൗട്ട് എന്താണ്, DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ, RNA ആണോ ജനറ്റിക് മെറ്റീരിയൽ, പ്രോട്ടീൻ ആണോ ജനറ്റിക് മെറ്റീരിയൽ ആണ് നമുക്ക് അറിയേണ്ടത്.
ഈ 3 ആൾക്കാർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഇതിൽ ഏതാണ് ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. ഗ്രിഫിത്ത് പറഞ്ഞത് എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അത് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ DNases എടുത്തു, RNases എടുത്തു, പ്രോട്ടിയേസസ് എടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, DNases എന്ന് വെച്ചാൽ എന്താണ്? DNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആണ് അല്ലെ. അപ്പൊ DNA അവിടെ ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ പ്രോട്ടീനോ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എങ്കിൽ അവിടെ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കും. കറക്റ്റ് അല്ലേടാ? അതായത് DNA കാരണമല്ല, പ്രോട്ടീനോ RNA കാരണമാണ് ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? പ്രോട്ടീനോ RNA ആണ് അവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ. അതിലേതാന്ന് കണ്ടുപിടിക്കണം കേട്ടോ. പക്ഷെ ആദ്യം അത് DNA ഓരോന്നിനും ഇങ്ങനെ ഒഴിവാക്കി വിടില്ലേ, കട്ട് ചെയ്ത് വിടില്ലേ, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇവർ നോക്കിയിരുന്നത്. നോക്കിക്കേ, അപ്പൊ ആദ്യം തന്നെ അവരെന്ത് ചെയ്തു? DNasesനെയും RNasesനെയും എടുത്തു. ഓക്കെ ആണോ? DNasesനെയും RNasesനെയും എടുത്തു. പ്രോട്ടീൻ മാത്രമാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത്. അപ്പൊ പ്രോട്ടീൻ മാത്രമേ ഇപ്പോൾ എന്താ ഇവർ നോട്ട് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ ഒന്നും നടന്നില്ല. അതായത് അവിടെ എന്താണ്? ട്രാൻസ്ഫർ ഒന്നും നടന്നില്ല. DNA ആണ് അവിടെ വേണ്ടത് ശരിക്കും അല്ലേ. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ, അതാണ് ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പം DNasesഉം RNasesഉം കൊടുത്തു കഴിഞ്ഞപ്പോൾ DNAയും RNAയും നശിപ്പിക്കപ്പെട്ടു, പ്രോട്ടീൻ അവിടെ റിമെയിൻ ചെയ്തു. അപ്പൊ അതിനർത്ഥം എന്താണ്? അവിടെ ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? നടന്നില്ല. ഇനി അടുത്ത കേസിൽ എന്ത് ചെയ്തു? DNasesനെയും പ്രോട്ടിയേസസിനെയും കൊടുത്തു. അപ്പൊ അവിടെ എന്താണ്? RNA മാത്രമാണ് ലൈവ് ആയിട്ടുള്ളത്. അവിടെയും എന്ത് നടന്നില്ല? എന്താണ്? ഈ ഒരു ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ നടന്നില്ല. ഇനി അടുത്ത കേസിൽ എന്താണ്? RNasesനെയും പ്രോട്ടിയേസസിനെയും കൊടുത്തു. അതായത് RNA ഡൈജസ്റ്റിംഗ് എൻസൈമും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമും. അവിടെ എന്ത് സംഭവിച്ചു? ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ സംഭവിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, RNAയും ഇല്ല, പ്രോട്ടീനും ഇല്ല, അവിടെ ബാക്കി ആരാണ്? DNA. അപ്പൊ DNA ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നത്. നമുക്ക് ഇതിലൂടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? യെസ്, അതാണ് ഇവർ പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കിയത് കേട്ടോ. നോക്കിക്കേടാ, ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് RNA യൂസിംഗ് പ്രോട്ടിയേസ് ആൻഡ് RNases ഡിഡ് നോട്ട് എഫക്ട് ട്രാൻസ്ഫോർമേഷൻ, സോ ട്രാൻസ്ഫോർമിംഗ് സബ്സ്റ്റൻസ് വാസ് നോട്ട് എ പ്രോട്ടീൻ ഓർ RNA എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡൈജഷൻ ഓഫ് DNA വിത്ത് DNases ഇൻഹിബിറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ എന്ത് നടന്നില്ല? യെസ്, അതായത് അത് ട്രാൻസ്ഫോർമേഷൻ ഇൻഹിബിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? യെസ്, DNA ആണ് അവിടുത്തെ ജനറ്റിക് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? കണ്ടോ, ഡൈജഷൻ ഓഫ് DNA വിത്ത് DNase ഇൻഹിബിറ്റഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ എന്ത് ചെയ്തില്ല? അവിടെ നടന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഈ ഒരു ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലേ? ഈ ഒരു ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. യെസ്, അതായത് DNases കൊടുത്തു കഴിഞ്ഞപ്പോൾ DNAക്ക് ഇത് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല എന്നാണ് പറഞ്ഞത്. കണ്ടോ, ഡൈജഷൻ ഓഫ് DNA വിത്ത് DNases ഇൻഹിബിറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ആണ്. അവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. അതേസമയത്ത് നമുക്ക് പ്രോട്ടിയേസും RNases ഒക്കെ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? യെസ്, അവിടെ നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. യെസ്, അപ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് DNA കോസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് R cells to S cells. അതായത് DNA ആണ് എന്ത് ചെയ്തത്? യെസ്, DNA ആണ് അവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയത് R സെല്ലിൽ നിന്ന് S സെല്ലിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോടാ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഇത്രയും പഠിക്കണം എന്നില്ല, ഇതേപോലെ ആലോചിച്ച് വെച്ചാൽ മതി. പക്ഷേ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ സയന്റിസ്റ്റിന്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക. എവറി മെക്ലോയിഡ് മക്കാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേര് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റാന്ന് വിചാരിക്കുന്നു കേട്ടോ. യെസ്, ഇവിടെ ഈ 3 പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് RNA യൂസിങ് പ്രോട്ടിയേസസ് ആൻഡ് RNases ഡിഡ് നോട്ട് എഫക്ട് ദ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ എഫക്ട് ചെയ്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ട്രാൻസ്ഫോർമിംഗ് സബ്സ്റ്റൻസ് വാസ് നോട്ട് എ പ്രോട്ടീൻ ഓർ RNA എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കേസിൽ ഡൈജഷൻ ഓഫ് DNA വിത്ത് DNA ഇല്ലാണ്ടായപ്പോൾ അവിടെ ട്രാൻസ്ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് DNA ആണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയത്. അടുത്തത് എവറി മെക്ലോയിഡ് ആൻഡ് മക്കാർട്ടി കൺഫേം ദാറ്റ് DNA വാസ് എ ട്രാൻസ്ഫോർമിംഗ് സബ്സ്റ്റൻസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്ത നോക്കിക്കേ, ഇനി DNA ആണ് അവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നും കൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും 2 സയന്റിസ്റ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹെർഷി ആൻഡ് ചേസ് എന്നാണ് നമ്മളതിനെ പറയാം. ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ് എന്നാണ് അവരുടെ ശരിക്കും പേര്. പക്ഷെ നമ്മൾ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് എന്നാണ് നമ്മൾ പഠിക്കുക. ഇനി ഇതാണ് ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പ്രൂവ് ചെയ്യാനുള്ള ലാസ്റ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഇവർ ബാക്ടീരിയോഫേജസിലാണ് എക്സ്പെരിമെന്റ് നടത്തിയത് കേട്ടോ. ബാക്ടീരിയോഫേജസിലാണ്. ബാക്ടീരിയോഫേജ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ ആണ് അല്ലേ. അപ്പം ബാക്ടീരിയോഫേജസിലാണ് അവർ എക്സ്പെരിമെന്റ് നടത്തിയത്. എന്നിട്ട് അവർ ഈക്വലൈൻ ഓർഗാനിസം ബാക്ടീരിയനാണ് അവർ ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നത്. അപ്പോൾ ബാക്ടീരിയോഫേജ് വന്നു. 2 ബോക്സ് 2 കോളമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ S35 ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് S35 ലേബിൾഡ് പ്രോട്ടീൻ ക്യാപ്സ്യൂൾ. നിങ്ങൾക്കറിയാം, അതായത് നമ്മുടെ ഒരു DNA ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയോഫേജ് അല്ലേ, അതിന്റെ ടോപ്പ് ലെയർ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് അതിന്റെ പ്രോട്ടീൻ കോട്ടാണ് കേട്ടോ. ഇതിനുള്ളിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. പിന്നെ ഇത് നോർമൽ ഒരു ബാക്ടീരിയോഫേജ് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ DNAയുടെ ഒരു കോമ്പണന്റ് ആണ് അല്ലേ. പക്ഷെ സൾഫർ എന്ന് പറഞ്ഞാലോ നമ്മുടെ
പ്രോട്ടീനിന്റെ ഒരു കോമ്പണന്റ് ആണ്. അപ്പൊ ഇവരിവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഫസ്റ്റ് കേസിൽ ഇവര് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സൾഫറിന്റെ 35 ഐസോട്ടോപ്പാണ് ഇവർ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതിന്റെ പ്രോട്ടീൻ കോട്ട് എന്തായി? റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നു എന്ന് മനസ്സിലായി. സൾഫർ അങ്ങോട്ട് കയറിയല്ലോ. ഇനി അടുത്ത കേസിൽ എന്താണ്? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ദാറ്റ് ഇസ് P32. അപ്പൊ നിങ്ങൾക്കറിയാം ഫോസ്ഫറസ് എന്ന് വെച്ചാൽ DNA ഒരു കോമ്പണന്റ് ആണ്. അപ്പൊ സെക്കൻഡ് കേസിൽ എന്താണ്? DNA ആണ് അവിടെ റേഡിയോ ആക്റ്റീവ് ആവുക, കളർ പ്രൊഡ്യൂസ് ചെയ്യുക, ലൈറ്റ് എമിറ്റ് ചെയ്യാന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെ ഞാൻ ഇൻഫെക്ട് ചെയ്യിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇത് ഈക്കോളയിലേക്ക് ഇൻഫെക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇൻഫെക്ട് ചെയ്യുക. കാര്യം എന്താണ്? വൈറസസിന് ഒരു ഹോസ്റ്റ് വേണം അല്ലെ സർവൈവ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിലേക്ക് അതിട്ടു. അതിനുശേഷം ഇവിടെ റെപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഇവിടെ ഇവർ പുറത്ത് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവരെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൂപ്പർ നൈറ്റനെ നമുക്ക് കിട്ടി കേട്ടോ. സൂപ്പർ നൈറ്റന് കിട്ടിയപ്പോൾ ഇവിടെയാണ് ഒരു ബാക്ടീരിയൽ സെൽസ്, ചത്ത ബാക്ടീരിയൽ സെൽസ് ഒക്കെ താഴെയുള്ളത്. അവരുടെ പ്രോട്ടീൻ കോട്ട് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റി പുറത്തേക്ക്, ലൈറ്റ് റേഡിയോ ആക്ടിവിറ്റി കാണിച്ചത് ഈ ഒരു പ്രോട്ടീൻ പാർട്ടാണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് അവർക്ക് മനസ്സിലായത്? എന്താണ്? യെസ്, അപ്പോൾ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ എന്തല്ല? പ്രോട്ടീൻ അല്ല. കാര്യം പ്രോട്ടീൻ ആണെങ്കിൽ അത് ഉള്ളിലേക്ക് കയറണം അല്ലേ? അതായത് ഇതിന്റെ ഉള്ളിലേക്ക് കയറണം എന്നാൽ മാത്രമേ അത് നമുക്ക് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. സെക്കൻഡ് കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇതേപോലെ തന്നെ ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ 3 സ്റ്റെപ്പാണ്. അതിനുശേഷം ഇവിടെ അവർ എന്താണ് DNA എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൽ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചു. വിച്ച് മീൻസ് എന്താണ്? യെസ്, അവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA ആണ്. കാര്യം അതാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്കൻഡ് കേസിൽ അവർ ഇതേപോലെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി താഴെയുള്ള യെസ് അവരുടെ DNA എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവിടെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അവർക്ക് മനസ്സിലായി. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഈ ജസ്റ്റ് സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഡയഗ്രാം കൂടെ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഇത് വരയ്ക്കാനൊന്നും പഠിക്കണ്ട. ഇൻ കേസ് നിങ്ങൾക്ക് വരയ്ക്കാൻ ഓക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക ഈ ഡയഗ്രാം. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. ഓക്കെ ആയോ? ഇത്രയും എക്സ്പെരിമെന്റ് ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസിന്റെ കുറച്ച് എന്താണ് പ്രോപ്പർട്ടീസ്, ജനറ്റിക് മെറ്റീരിയൽ കുറച്ച് പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. എല്ലാത്തിനെയും കയറിയിട്ട് നമുക്കങ്ങ് ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ? അതിന് കുറച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുള്ളൂ? ഒരു ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ വിളിക്കുള്ളൂ. അപ്പൊ നോക്കിക്കേ, ആ മോളിക്യൂൾ ദാറ്റ് ക്യാൻ ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ മോസ്റ്റ് ഫുൾഫിൽ ദ ഫോളോയിങ് ക്രൈറ്റീരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക, അതായത് സ്വന്തമായിട്ട് അതിന്റെ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെ റെപ്ലിക്ക ഉണ്ടാക്കാൻ പറ്റുന്നവരെയാണ് ഒരു ഗുഡ് ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ പറയുന്നത്. ഇനി ഇറ്റ് ഷുഡ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കെമിക്കലി നോക്കുകയാണെങ്കിലും സ്ട്രക്ചറലി നോക്കുകയാണെങ്കിലും അത് സ്റ്റേബിൾ ആയിരിക്കണം. അതായത് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ DNA RNA എടുത്തു കഴിഞ്ഞാൽ DNA ആണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അതിന്റെ റെപ്ലിക്ക ഉണ്ടാക്കാനായിട്ട് അതിന് പറ്റുന്നുണ്ട്. ഈ രണ്ടും അത് ക്വാളിഫൈ ചെയ്തു. ഇനി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് DNA തൈമിൻ ആണല്ലോ. തൈമിൻ ഇസ് മോർ സ്റ്റേബിൾ ദാൻ യുറാസിൽ ആണ്. അപ്പൊ അതുകൊണ്ട് അത് സ്ട്രക്ചറലി എന്താണ്? സ്റ്റേബിൾ ആണ്. ഓക്കെ ആണോ? സ്ട്രക്ചറലി, കെമിക്കലി അതെന്താണ്? സ്റ്റേബിൾ ആണ്. ഇനി സ്ട്രക്ചറലി നോക്കുമ്പോൾ നിങ്ങൾ പെൻഡോ ഷുഗറിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈബോ ഷുഗർ വരച്ചു കഴിയുമ്പോൾ അതിൽ OH ഉള്ളതാണ് ആരെന്ന് പറഞ്ഞാൽ റൈബോസ് എന്ന് പറഞ്ഞാൽ റൈബോസ് ഷുഗർ അല്ലെങ്കിൽ RNA-യിലുള്ളത്. ബട്ട് ഈ OH ഉള്ളപ്പോൾ ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ് ആണ്. ഇതെന്താണ്? മോർ റിയാക്റ്റീവ് ആണ് ഈ OH ഉള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് ലെസ് സ്റ്റേബിൾ. മോർ റിയാക്റ്റീവ് എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. പക്ഷേ DNA-യുടെ കേസിൽ ആ O ഇല്ല, H മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് ദേ ആർ എന്താണ്? ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റേബിൾ ആണ്. ഇനി എന്താണ്? ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ്. കണ്ടോ? മ്യൂട്ടേഷൻ, വളരെ ചെറിയ മ്യൂട്ടേഷനെ നടക്കാൻ പാടുള്ളൂ. അതായത് എവല്യൂഷന് കാരണമാകും. ഇപ്പം മ്യൂട്ടേഷൻ നടക്കാതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ? കാര്യം ചെറിയ ചെറിയ മ്യൂട്ടേഷൻ ഉണ്ടാക്കിയാൽ മാത്രമല്ലേ അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പൊ ചെറിയ ചെറിയ മ്യൂട്ടേഷൻസ് വരണം, പക്ഷെ ഒരുപാട് മ്യൂട്ടേഷന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്? അത് മെന്റേലിയൻ ക്യാരക്ടേഴ്സിന്റെ രൂപത്തിൽ അത് എക്സ്പ്രസ് ചെയ്യപ്പെടണം എന്നാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 1ഉം 3ഉം കറക്റ്റ് ആണ് കേട്ടോ. ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക കറക്റ്റ് ആണ്. ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെന്റേലിയൻ ക്യാരക്ടേഴ്സ്, അതും കറക്റ്റ് ആണ്. അടുത്ത എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് നോട്ട് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ മ്യൂട്ടേഷൻ ആണോ? അല്ല, അല്ലെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ അത് അനുവദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് റോങ് സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ മ്യൂട്ടേഷൻ എന്നാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ എഴുതുക. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ DNA-യുടെ റെപ്ലിക്കേഷന്റെ കാര്യമാണ്. റെപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താടാ? സ്വന്തമായിട്ട് DNA കോപ്പി
ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതൊരു സെമി കൺസർവേറ്റീവ് ഓർഡറിലാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് DNA റെപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സെമി കൺസർവേറ്റീവ് മോഡലാണ് നടക്കുന്നത്. അത് അറിയണമെങ്കിൽ എന്താണ് സെമി കൺസർവേറ്റീവ് മോഡൽ എന്ന് അറിയണം അല്ലേ? അതായത് ഇവിടെ സപ്പോസ് ഞാൻ ഇതൊരു പാരന്റ് സ്ട്രാൻഡ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പുതിയ സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ ഡോട്ടർ സ്ട്രാൻഡ്സ് ഉണ്ടാകുമ്പോൾ, അതായത് ഇതിൽ നിന്ന് ഒരു സ്ട്രാൻഡ് ഇങ്ങോട്ടും പോകും, ഇതിൽ നിന്ന് ഒരു സ്ട്രാൻഡ് ഇങ്ങോട്ടും വരും. ഓക്കെ ആണോ? അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഇതിപ്പോൾ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത് ഇതിലിപ്പം യെസ്, ഇതാട്ടോ ഓൾഡ് സ്ട്രാൻഡ് ആയിട്ട് വരിക, ഇതാണ് ഓൾഡ് സ്ട്രാൻഡ് ആയിട്ട് വരിക. ഓക്കെ ആണോ? ഈ റെഡ് കളറാണ് ഇവിടുത്തെ ഓൾഡ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ, ഈ ബ്ലാക്ക് കളറാണ് ഇവിടുത്തെ ന്യൂ സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? യെസ് യെസ്, ഇങ്ങനെയാണ് വരിക. ഓക്കെ ഓക്കെ, അപ്പം ഇത്രയും കാര്യം ഓക്കെ ആണോ? അതായത് ഇവിടെ ഇപ്പോൾ റെഡ് കളറാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലേക്കും ഓരോരോ സ്ട്രാൻഡ് കൊടുക്കാം. പിന്നെ എന്താ ചെയ്യുന്നത്, അവിടെ പുതിയതായിട്ടൊരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഫുൾ കംപ്ലീറ്റ് പാരന്റൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ആവുന്നില്ല. പക്ഷേ ഹാഫ് ഓഫ് ദ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ഉണ്ടാവുന്നത് എന്താണ്, അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? അപ്പം അതിനെയാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞത്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണോ പാരന്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അത് അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കൺസർവേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. പക്ഷെ DNA കേസിൽ അത് സെമി, ഇപ്പം നമ്മൾ എക്സാക്ട്ലി നമ്മുടെ അച്ഛനും അമ്മേനെയും പോലെയാണ് ഇരിക്കുന്നത് അല്ല അല്ലെ, കുറേ വ്യത്യാസങ്ങളുണ്ട്, റീകോമ്പിനേഷൻ കുറേ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ്. പക്ഷേ എന്നാൽ നമുക്ക് അച്ഛനും അമ്മേനെയും ക്യാരക്ടേഴ്സ് ഇല്ലെന്ന് ചോദിച്ചാൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി നമ്മൾ അവരെ പോലെയാണോ? അല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് സെമി കൺസർവേറ്റീവ് വേ. ഓക്കെ അല്ലേ? ഇനി മെസൽസൺ ആൻഡ് സ്റ്റോൾ ആണ് നമ്മുടെ DNA റെപ്ലിക്കേഷൻ ഒരു സെമി കൺസർവേറ്റീവ് ഫാഷനിൽ നടക്കുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്ത രണ്ട് സയന്റിസ്റ്റിന്റെ പേര് മെസൽസൺ ആൻഡ് സ്റ്റോൾ. ദാറ്റ് ഈസ് മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ ആണ് ഈ ഒരു സെമി കൺസർവേറ്റീവ് മോഡലിലൂടെയാണ് ഇത് നടക്കുന്നതെന്നുള്ള കാര്യം. അതിന് അവരൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. എന്താണ് സെമി കൺസർവേറ്റീവ് എന്ന് ക്ലിയർ ആയോ? ഇപ്പൊ സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ തന്നെ ഓരോരോ സ്ട്രാൻഡ് ഓരോ ഓഫ് സ്പ്രിംഗിലേക്ക് കൊടുത്തിട്ട് അവർ പുതിയ സ്ട്രാൻഡ് അതിൽ നിന്ന് സിന്തസൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ അതെന്താവും, ഹൈബ്രിഡ് ആവും. അതേ പറഞ്ഞിട്ടുള്ളൂ, ഹൈബ്രിഡ് DNA ആയിട്ട് തന്നെ മാറുന്നുണ്ട്. ഇനി നമുക്ക് ആ എക്സ്പെരിമെന്റിലേക്ക് പോവാം. ഈ എക്സ്പെരിമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സിമ്പിൾ ആയിട്ടൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ നമ്മൾ ഈക്കോളൈ ബാക്ടീരിയനാണ് കേട്ടോ ഇവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അവരുടെ DNA നമ്മൾ നൈട്രജൻ 15 ഉള്ള മീഡിയത്തിലേക്കാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പം നൈട്രജൻ 15 ഉള്ള മീഡിയത്തിലേക്ക് അവർ ഇട്ട് കഴിയുമ്പം അവരുടെ സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ N15 ആയിരിക്കും. രണ്ട് സ്ട്രാൻഡും എന്ത് തന്നെയായിരിക്കും, നൈട്രജൻ 15 ഉള്ള സ്ട്രാൻഡ് ആയിരിക്കും അവരുടെ ഉണ്ടാവുക. അതായത് നൈട്രജന്റെ ഐസോട്ടോപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. N15 N14 ഉണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് സ്ട്രാൻഡും N15 ആണെങ്കിൽ, രണ്ട് സ്ട്രാൻഡും N15 ആണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ് ഒരു ഇത് വെച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഡെൻസിറ്റി വെച്ചിട്ടാണ് ഇവിടെ അളക്കുന്നത്. അതാണ് വെയിറ്റ് കൂടിയ സാധനം എപ്പോഴും താഴെയും വെയിറ്റ് കുറഞ്ഞ സാധനം എപ്പോഴും മേലെ ആയിരിക്കും അല്ലെ. അതായത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ N15 ആണ് രണ്ട് സ്ട്രാൻഡും വരുന്നതെങ്കിൽ അത് താഴെ ആയിരിക്കും ഉണ്ടാവുക. ഇനി N14 ആ സ്ട്രാൻഡ് ഉണ്ടാവുന്നെങ്കിൽ അത് മേലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒരു സ്ട്രാൻഡ് N14 ഒരു സ്ട്രാൻഡ് N15 ആണെങ്കിലോ അത് മിഡിലായിരിക്കും ഉണ്ടാവുക അല്ലെ. ഒന്നും കൂടി ഇവിടെ വരച്ചു തരാം. ഒന്നും കൂടി ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സ്ട്രാൻഡും N15 ആണെങ്കിൽ അവർ താഴെ ആയിരിക്കും ഉണ്ടാവുക. ഇനി രണ്ട് സ്ട്രാൻഡും N14 ആണെങ്കിൽ അവർ ഈ പൊസിഷനിലാണ് ഉണ്ടാവുക. ഇനി ഒരു സ്ട്രാൻഡ് N15 ഒരു സ്ട്രാൻഡ് N14 ആണെങ്കിലോ ഇങ്ങനെയാണ് അവർ ഉണ്ടാവുക. കണ്ടോ, ഒരു സ്ട്രാൻഡ് N15 ഒരു സ്ട്രാൻഡ് N14 ആണെങ്കിൽ ഇങ്ങനെയാണ് അവർ ഉണ്ടാവുക. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ ഒരു എക്സ്പെരിമെന്റിനെ വെച്ചിട്ട് ഒരു ഐഡിയ മനസ്സിൽ വിചാരിക്കേണ്ടത്. ഇനി ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, യെസ് ഈക്കോളൈ ബാക്ടീരിയനെ എടുത്തു, അതിന്റെ DNA ഐസൊലേറ്റ് ചെയ്തു, N15 മീഡിയത്തിൽ എടുത്തിട്ട് അവരെ വളർത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അവരുടെ രണ്ട് സ്ട്രാൻഡും എന്ത് തന്നെയാണ്, യെസ് N15 തന്നെയാണ് അവരുടെ രണ്ട് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേടാ? ഇനി 20 മിനിറ്റിന് ശേഷം ഞാൻ ഇതിനെ എന്താണ് ഈ N15 ഉള്ളതിനെ ഞാൻ N14 ഉള്ള മീഡിയത്തിലേക്ക് ഇടാൻ വേണ്ടി പോവാം. ഇപ്പൊ അവർക്ക് ആര് മാത്രമേ ഉള്ളൂ, N15 മാത്രമേ കിട്ടാനുള്ളൂ അല്ലേ, ഫുഡ്. അത് N15 നിങ്ങൾ ഫുഡായിട്ട് സങ്കല്പിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് വന്നു, അപ്പൊ നിങ്ങൾ ഇപ്പൊ സപ്പോസ് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യണം, അവിടെ ചപ്പാത്തി മാത്രമേ കഴിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താണ് ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. N14 ഉള്ള മീഡിയത്തിലേക്ക് ഇവരെ കൊടുക്കുന്ന സമയത്ത് ഇനി ഇവരെ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഇവരെ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ N15 എന്താണ്, രണ്ട് N15 ആർക്ക് കൊടുക്കുന്നുണ്ട്, രണ്ട് ഓഫ് സ്പ്രിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഡിവൈഡ് ചെയ്തിട്ട് N15 കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരെന്ത് ചെയ്യാൻ വേണ്ടി പോവാ, ഇവിടെ നിന്ന് പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് N14 മാത്രമാണ്. ക്ലിയർ ആയോ? ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് N14 മാത്രമാണ്. അപ്പൊ N14 ആണ് ഇവർ സിന്തസൈസ് ചെയ്യുക. ഇവിടെയും അതേപോലെ തന്നെ N14 ആണ് ഇവർ സിന്തസൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കിട്ടിയ രണ്ടാൾക്കാർ ഹൈബ്രിഡുകളാണ്. അതായത് ഒരു സ്ട്രാൻഡ് N15 ഒരു സ്ട്രാൻഡ് N14 ആണ്. വിച്ച് മീൻസ് അവർ ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്, ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ. ഇനി ഞാൻ ഇവരെ ഇതിപ്പോ ഫസ്റ്റ് ജനറേഷൻ ആണ് കേട്ടോ.
ഇനി ഇവരുടെ തന്നെ സെക്കൻഡ് ജനറേഷൻ ഞാൻ എടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഞാൻ എടുത്തു കഴിയുമ്പോൾ ഇവിടെ സെയിം N15 N14 ഉണ്ട്, അതേപോലെ N15 N14 ഉണ്ട്. ഈ N15 ആദ്യം തന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇതിലെ N14 എങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി ഫസ്റ്റ് ഇതിന്റെ പറഞ്ഞായിട്ട് താഴത്തെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ N15 കൂടി ഉണ്ട്, N14 കൂടി ഉണ്ട്. ഇനി ഇവിടെ അവർക്കുള്ള മീഡിയം N14 ആണ്. അപ്പോൾ ഇവർ ഉണ്ടാക്കുന്നത് എന്ത് തന്നെയായിരിക്കും? N14 തന്നെയായിരിക്കും സ്റ്റാൻഡ്. ദാറ്റ് ഈസ് ഇവിടെ N14, അതേപോലെ തന്നെ ഇവിടെ N14. ഇനി ഇതാ സെക്കൻഡ് ആളുടെ കേസ് എടുത്തു. ഈ N15 നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഈ N14 നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ N15ൽ നിന്ന് ഉണ്ടാക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ N14 ആയിരിക്കും, കാര്യം അവിടെയുള്ള മീഡിയം N14 ആണ്. ഇനി ഇവിടെ നിന്ന് എന്ത് തന്നെയാണ്? N14 തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഹൈബ്രിഡ് ആണ്, ഇതൊരു ഹൈബ്രിഡ് ആണ്, രണ്ട് ഹൈബ്രിഡുകളേ ഉള്ളൂ, ബാക്കിയൊക്കെ നോർമൽ ആണ് അല്ലേ. ഇത് N14 ആണ്, ഇതും N14 ആണ്. അവർ ഇവിടെ ആയിരിക്കും അത് ഉണ്ടാവുക, ഏറ്റവും ടോപ്പിലായിരിക്കും ഉണ്ടാവുക. ബാക്കി രണ്ടാൾക്കാരാണ് ഹൈബ്രിഡ്. അപ്പൊ നിങ്ങൾ എത്രയൊക്കെ ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹൈബ്രിഡുകളുടെ എണ്ണം എപ്പോഴും 2 ആയിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ എന്താണ് 8, 10ാമത്തെ ജനറേഷൻ ആയി, അപ്പോൾ ഹൈബ്രിഡിന്റെ എണ്ണം എത്രയാണ് വരിക? ഒരു മാറ്റവും ഇല്ല, 2 ഹൈബ്രിഡ് എപ്പോഴും ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ കേസിൽ 2 ഹൈബ്രിഡ് ആണ്. 20 മിനിറ്റിന് ശേഷം അടുത്ത ജനറേഷൻ വരുമ്പോൾ അത് 4 2/2. ദാറ്റ് ഇസ് എന്താണ്? യെസ്, 2/2 ആണ് അവിടുത്തെ നമ്പർ വരുന്നത്, പക്ഷേ 2 ഹൈബ്രിഡേ ഉണ്ടാവുള്ളൂ. അടുത്ത കേസിൽ എന്താണ്? 2/3 ആണ് വരിക, വിച്ച് മീൻസ് 8. പക്ഷേ ആ കേസിലും എന്ത് തന്നെയാണ്? 2 ഹൈബ്രിഡേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത 16 2/4 കേസിലാണെങ്കിലോ യെസ്, അവിടെയും എന്ത് തന്നെയാണ്? 2 ഹൈബ്രിഡേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെ ജനറേഷൻ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാലും എപ്പോഴും ഹൈബ്രിഡുകളുടെ എണ്ണം 2 തന്നെ ആയിരിക്കും. അതാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതാ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കിക്കേ. ഇവിടെ N15 DNA ഉള്ളതാണ്, അതിനെ 20 മിനിറ്റിനുള്ളതിന് ശേഷം ഇങ്ങോട്ട് ഇട്ടു അല്ലേ. N14 ഉള്ള മീഡിയത്തിലേക്കാണ് ഇട്ടത്. N15 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയാണ് കാണാൻ വേണ്ടി പറ്റുക. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്തു? യെസ്, N14 ഉള്ള മീഡിയത്തിലേക്ക് ഇട്ടു. N14 ഉള്ള മീഡിയത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതിന്റെ സ്റ്റാൻഡ് സിന്തസൈസ് കണ്ടോ. ഒരു N15 ഉണ്ട്, പിന്നെന്താണ് പുതിയതായിട്ടൊരു സ്റ്റാൻഡ് എന്താണ്? ഒരു N14 സ്റ്റാൻഡ്. ഇവിടെയും ഒരു N15 ഉണ്ട്, പക്ഷെ അത് സിന്തസൈസ് ചെയ്യുന്ന സ്റ്റാൻഡ് N14 ആണ്, കാര്യം അതിന് N14 അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇവിടെ N14 ഉള്ളതാണ്, വിച്ച് മീൻസ് ഇറ്റ് കംസ് ഇൻ ദ മിഡിൽ അല്ലേ. അതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് കേസിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ N15 എങ്ങോട്ട് പോകുന്നുണ്ട്? യെസ്, N15 ഇങ്ങോട്ട് വരുന്നുണ്ട്, N14 മേലേക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് പുതിയ സ്റ്റാൻഡ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്, ജനറേഷൻ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ N14 വരുന്ന എപ്പോഴും ടോപ്പിലായിരിക്കും. ഈ എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഹൈബ്രിഡുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് കേട്ടോ ഇവിടെ എക്സ്പെരിമെന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ സ്ലൈഡ്സ് കിട്ടുമ്പോൾ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. ഇനി ഇവിടെ വരുന്ന സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ സീഷ്യം ക്ലോറൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ വിളിക്കുന്നത് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. CSCL ആണ് ഇവിടെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ എക്സ്പെരിമെന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡയഗ്രാം വെച്ച് പറഞ്ഞത്, സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് കുറെ കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കണം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഇതേപോലെയുള്ള സിമിലർ, ഇതിപ്പോൾ പ്രോകാരിയോട്സിനാണ് ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ചെയ്തത് അല്ലേ. ഇനി നമ്മുടെ യൂകാരിയോട്സിൽ സിമിലർ എക്സ്പെരിമെന്റ് ചെയ്ത 2 സയന്റിസ്റ്റ് ആണ്, ടേലറും അദ്ദേഹത്തിന്റെ കൊളീഗ്സും കൂടിയാണ്. അത് ചെയ്തിരിക്കുന്നത് വിസിയ ഫാബ ബീൻസ് എന്ന് പറഞ്ഞ ചെടിയിലാണ്. റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ മാത്രം മതി, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോടാ. നോക്കിക്കേ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിസൾട്ട്സ് ഓഫ് ഫേമസ് എക്സ്പെരിമെന്റ് ഇസ് ഗിവൺ ഇൻ ദ ഫിഗർ, ആൻസർ ഓൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് എക്സ്പെരിമെന്റ്? മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് ആണ് അല്ലേ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് DNA is proved? ഏതാണ്? സെമി കൺസർവേറ്റീവ് മോഡലാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈസി അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഏതാടാ? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റെപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? റെപ്ലിക്കേഷൻ, വിച്ച് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള റെപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? എല്ലാവരും സെറ്റ് ആണ്, റെഡി ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് റെപ്ലിക്കേഷനിലേക്ക് വരാം. നോക്കിക്കേടാ, റെപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ DNA സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ. അപ്പോൾ ഈ 2 സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആ സ്റ്റാൻഡിനെ രണ്ടും നമ്മളിങ്ങനെ അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അതിന് യൂസ് ചെയ്യുന്ന എൻസൈമിനെയാണ് നമ്മൾ ഹെലിക്കേസസ് എന്നാണ് പറയുക. ഹെലിക്കേസസ്, ദാറ്റ് ഈസ് അൺവൈൻഡിങ് ഓഫ് DNA ഹെലിക്സ്. അൺവൈൻഡിങ് ഓഫ് DNA ഹെലിക്സ്. നമ്മൾ ഈ DNA ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഹെലിക്കേസസ് എൻസൈം യൂസ് ചെയ്തിട്ടാണ് അൺവൈൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ ഇടത്തരം കാര്യം? ഓക്കെ, അപ്പോൾ നമ്മൾ അൺവൈൻഡ് ചെയ്തു കേട്ടോ. അൺവൈൻഡ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി
ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് എന്ന് പറഞ്ഞാൽ എപ്പോഴും DNA ഉണ്ടാക്കുന്ന എൻസൈമിനെ DNA പോളിമറേസ് എന്നാണ് വിളിക്കുക. DNA ഉണ്ടാക്കുന്ന എൻസൈമിനെ DNA പോളിമറേസ് എന്നാണ് വിളിക്കുക. ഇവിടെ നമ്മൾ DNAയിൽ നിന്ന് തന്നെയല്ലേ DNA ഉണ്ടാക്കുന്നത്, ദാറ്റ് ഈസ് റെപ്ലിക്കേഷൻ അല്ലേ. സോ നമ്മുടെ ഈ എൻസൈമിന്റെ പേര് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് എന്നാണ്. ഓക്കെ ആണോ? DNA ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ DNA ഉണ്ടാക്കുന്നു, ദാറ്റ് ഈസ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം. ഇനി ഈ എൻസൈമിന് ഒരു പ്രശ്നമുണ്ട്, ഇവരൊരു പിടിവാശിക്കാരനാണ്. അതായത് 5'3' ഡയറക്ഷനിൽ മാത്രമേ ഇതിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. തിരിച്ച് 3'5' വന്നാൽ ഞാൻ സിന്തസൈസ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഓക്കെ ആണോ? ഒരു പിടിവാശിക്കാരനാണ്. 5'3' ഡയറക്ഷനിൽ മാത്രമേ സിന്തസിസ് ചെയ്യുള്ളൂ. നമുക്കറിയാം നമുക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ടെന്നുള്ളത് അല്ലേ. 5'3' ഉണ്ട്, 3'5' ഉണ്ട്. ഒരാളുടെ കേസിൽ ഓക്കെ ആണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഒന്ന് 5'3' ആണ്. അപ്പൊ നമ്മൾ തിരിച്ച് സിന്തസൈസ് ചെയ്യുമ്പോൾ 5'3' ഇങ്ങനെയാണ് അതിന്റെ സിന്തസിസ് നടക്കുക, വിച്ച് ഇസ് കുഴപ്പമൊന്നുമില്ല, എങ്ങനെയും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കോളും, അതിനൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പുറത്തെ സൈഡ് നിങ്ങൾ നോക്കിക്കേ, യെസ് ഇങ്ങനെയാണ് 3'5' വരുമ്പോൾ ഇത് എപ്പോഴും 5'3' തിരിച്ചാണ് സിന്തസൈസ് ചെയ്യുക അല്ലേ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ ഒരു 5' ഉണ്ട്, ഇവിടെ ഒരു 3' ഉണ്ട്, ഇവിടെ ഒരു 3' ഉണ്ട്, ഇവിടെ ഒരു 5' ഉണ്ട്, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ തിരിച്ചതാ ഇവിടെ നിന്ന് 5' ഇങ്ങനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അല്ല കിട്ടുന്നത്, ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ പൊട്ടിയുള്ള ഒരു സ്റ്റാൻഡാണ് അതിന് കിട്ടുന്നത്. ഓക്കെ ആണോ? ഇനി ഇങ്ങനെയുള്ള ഈ ഒരു സെഗ്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓകസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ ആണോ? ഓകസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ് കേട്ടോ നമ്മൾ ഈ ചെറിയ 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 പീസിനെ വിളിക്കുന്നത് ഓകസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ ഈ 5'3' ഈ ഡയറക്ഷനിൽ സിന്തസൈസ് ചെയ്തതിന് ഒരു കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ പോവാണ്. അപ്പൊ ഈ സ്റ്റാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ലീഡിങ് സ്റ്റാൻഡ്. ഇതിങ്ങനെ ലീഡ് ചെയ്ത് പോലെ, അതുകൊണ്ട് നമ്മൾ അതിനെ കണ്ടിന്യൂസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ലീഡിങ് സ്റ്റാൻഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇനി തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റ് കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ കണ്ടിന്യൂറ്റി തീരെയില്ല അല്ലെ, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് അത് കാണുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ലാഗിങ് സ്റ്റാൻഡ്. കാര്യം അതിങ്ങനെ ലാഗ് ചെയ്ത് പോവാണ്. ഓക്കെ ആണോ? ഇനി ഈ ഒരു ഓകസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി ഒരു എൻസൈം ഉണ്ട്, ദാറ്റ് ഈസ് DNA ലൈഗേസസ്. നമ്മൾ മോളിക്കുലാർ ഗ്ലൂ എന്നൊക്കെയാണ് പറയുക. അതായത് ഈ പൊട്ടിപ്പോയ ഫ്രാഗ്മെന്റ്സിനെ ഇങ്ങനെ ഒരുമിച്ച് ജോയിൻ ചെയ്യുകയാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഓകസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് DNA ലൈഗേസസ് ഉള്ളത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഈസി ആണ് കേട്ടോ. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസിന് ഒരു പിടിവാശിയേ ഉള്ളൂ, 5'3' ഡയറക്ഷനിൽ മാത്രമേ അവർ സിന്തസിസ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസിൽ അത് ഓക്കെ ആയിരുന്നു, പക്ഷെ ഈ കേസിൽ വരുമ്പോൾ അതിന്റെ പൊളാരിറ്റിക്ക് മാറ്റം വരും. സോ ദാറ്റ് അവർ ഈ ഡയറക്ഷനിലാണ് അത് സിന്തസൈസ് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിക്കേ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് എ ഡിഫറൻസ് ഇൻ ദ റെപ്ലിക്കേഷൻ പ്രോസസ് ഇൻ സ്ട്രാൻഡ് A ആൻഡ് B? എയിൽ എന്താ സംഭവിക്കുന്നത്? എയിൽ ഒരു കുഴപ്പമില്ല അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസ് ചെയ്ത് പോകും, ദാറ്റ് ഇസ് ലീഡിങ് സ്റ്റാൻഡ്. ബിയുടെ കേസിൽ എന്താണ്, പൊളാരിറ്റി പ്രശ്നമുണ്ട്. കണ്ടോ, ഇൻ ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് വിത്ത് 3'5' പൊളാരിറ്റി എ സ്റ്റാൻഡ് DNA സിന്തസിസ് കണ്ടിന്യൂസ്. അപ്പൊ അതിനെ നമ്മൾ ലീഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. മറ്റേ കേസിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്, സോ ദാറ്റ് വി വിൽ കോൾ ഇറ്റ് ആസ് ലാഗിംഗ് സ്റ്റാൻഡ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് DNA ലൈഗേസ്? ലൈഗേസ് എന്താണ് ചെയ്യുന്നത്? ഓകസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യല്ലേ ചെയ്യുന്നത്? യെസ്, ഓകസാക്കി ഫ്രാഗ്മെന്റ്സ് ആർ ജോയിൻഡ് ബൈ DNA ലൈഗേസ്. വാട്ട് ഈസ് മീൻ ബൈ റെപ്ലിക്കേഷൻ ഫോർക്ക്? റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വെച്ചാൽ ഇതിനെയാണ് കേട്ടോ നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞാൽ. അതൊരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആവുന്നില്ലേ, ഓപ്പൺ ആയിട്ട് അവിടെ വെച്ചിട്ടാണല്ലോ എന്ത് സംഭവിക്കുന്നത്, റെപ്ലിക്കേഷൻ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. നോക്കിക്കേ, റെപ്ലിക്കേഷൻ ഒക്കെ വിത്തിൻ എ സ്മോൾ ഓപ്പണിംഗ് ഓഫ് DNA ഹെലിക്സ് റെഫർ ടു ആസ് റെപ്ലിക്കേഷൻ. അത് ചെറിയൊരു ഓപ്പണിംഗിന്റെ സ്ഥലത്താണ് ഇത് നടക്കുക, റെപ്ലിക്കേഷൻ നടക്കുക. അതിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് നമ്മൾ വിളിക്കുന്നത്. ഇനി റെപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് നടക്കേണ്ട പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് അല്ലേ. അതായത് റെപ്ലിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, ഇനി അടുത്ത പ്രോസസ് എന്ന് വെച്ചാൽ എന്താടാ, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതായത് ഇതിനെ എന്താക്കണം, നമുക്ക് mRNA ആയിട്ട് മാറ്റണം അല്ലെ, അതിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ട്രാൻസ്ക്രിപ്ഷനെ പറ്റി പറയുന്നതിന് മുന്നേ ആ ട്രാൻസ്ക്രിപ്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നാണ് ഇനി നമ്മൾ ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതിന് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്നാണ് പറയുക. അതിൽ മൊത്തം 3 റീജിയൻ ആണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറൽ ജീൻ പോലെ ഒരു സാധനം കാണാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് വൺ എന്ന് വെച്ചാൽ എന്താണ്, ടെർമിനേറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ പൊളാരിറ്റി ശ്രദ്ധിക്കണം കേട്ടോ. അതായത് 3'5' ഇവിടെ കൊടുത്തിട്ടുണ്ട്, 5'3' ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3'5' വരുന്നതിനെ നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. അതിങ്ങനെ ആലോചിച്ചാൽ മതി, 3T എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ 3'5' ആണെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. ഇനി 5'3' ആണെങ്കിൽ അതെന്താണ്, കോഡിംഗ് സ്ട്രാൻഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്താണെന്നറിയോ?
അതായത് ഈ പ്രൊമോട്ടർ നമ്മൾ കോഡിംഗ് സ്റ്റാൻഡിനെ വെച്ച് നോക്കുമ്പോൾ ഏത് പൊളാരിറ്റിയിലാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കോഡിംഗ് സ്റ്റാൻഡിന്റെ 5'3' എന്തിരിക്കുന്നത്, പ്രൊമോട്ടർ ഇരിക്കുന്നത് അല്ലേ. ഇനി ടെർമിനേറ്റർ നമ്മുടെ എവിടെയായിട്ടാണ് നമ്മുടെ എന്താണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ആ 5' പൊസിഷൻ 5' എൻഡിലേക്കാണ് ടെർമിനേറ്റർ ഇരിക്കുന്നത്. ഇപ്പുറത്ത് നിങ്ങളോട് കോഡിംഗ് സ്റ്റാൻഡിന്റെ ഏത് പൊളാരിറ്റിയിലാണ് പ്രൊമോട്ടർ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ 3' എൻഡിലാണ് 5' എൻഡിലാണ് ഇരിക്കുക. ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ 3' എൻഡിലാണ് പ്രൊമോട്ടർ ഇരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, പിന്നെ എന്താണ് ടെർമിനേറ്റർ ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊമോട്ടറിലാണ് എൻഡ് ചെയ്യുന്ന ടെർമിനേറ്റർ. ഇതിനിടയ്ക്കാണ് എന്ത് നടക്കുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഓക്കെ ആണോ? ഇനി നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം നിങ്ങൾക്കറിയാം. പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം എന്ന് വെച്ചാൽ അത് എന്തിനെങ്കിലും ഉണ്ടാക്കുന്നതിനാണ് പോളിമറൈസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് RNA ആണ് ഉണ്ടാക്കേണ്ടത്. സോ ഇവിടെ എന്താണ്, RNA പോളിമറൈസ് ആണ് എന്ത് വരുന്നത്, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന എൻസൈം. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ DNA അല്ലെ. DNA ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനെ യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോടാ? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അടുത്തൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഗിവൺ ബിലോ. ഫിൽ അപ്പ് ദ മിസ്സിംഗ് പാർട്സ് A ആൻഡ് B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ A കൊടുത്തിരിക്കുന്ന ടെർമിനേറ്റർ അല്ലേടാ, ടെർമിനേറ്റർ അല്ലേ? യെസ്. ഇനി B എന്താ കൊടുത്തിരിക്കുന്നത്, B. ഇത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണെങ്കിൽ 5'3' എന്തായിരിക്കും, കോഡിംഗ് സ്റ്റാൻഡ് ആയിരിക്കും അല്ലെ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കോഡിംഗ് സ്റ്റാൻഡ് കോഡ്സ് ഫോർ നത്തിങ് എന്നാണ്. കോഡിംഗ് സ്റ്റാൻഡ് പേര് മാത്രമേ ഉള്ളൂ, അത് പ്രത്യേകിച്ച് റോളൊന്നും വഹിക്കുന്നില്ല. പക്ഷേ ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ mRNA ഉണ്ടാവുന്നത്. ഓക്കെ ആണോ? നമ്മുടെ mRNA സിന്തസിസ് നടക്കുന്നത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്നാണ്. കോഡിംഗ് സ്റ്റാൻഡ് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നുമില്ല. കോഡിംഗ് സ്റ്റാൻഡ് ഇസ് എ സ്റ്റാൻഡ് വിച്ച് കോഡ്സ് ഫോർ നത്തിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. ഇനി റൈറ്റ് ദ റോൾ ഓഫ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ടെംപ്ലേറ്റ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ഇതിൽ കൂടി മൂവ് ചെയ്തിട്ട് mRNA ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്, ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്നാണ്. കണ്ടോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സാധനം, ഈ 3 ടേം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. സിസ്ട്രോൺ, മോണോസിസ്ട്രോണിക്, പോളിസിസ്ട്രോണിക്. ആദ്യം സിസ്ട്രോൺ എന്താണെന്ന് അറിയണം അല്ലെ. സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഇറ്റ് ഇസ് എ സെഗ്മെന്റ് ഓഫ് DNA വിച്ച് കോഡ്സ് ഫോർ എ പോളിപെപ്റ്റൈഡ്. നോക്കിക്കേടാ, പോളിപെപ്റ്റൈഡ് എന്ന് വെച്ചാൽ എന്താണ്, പ്രോട്ടീൻ ആണ് അല്ലെ. പ്രോട്ടീൻ തന്നെയല്ലേ പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതൊരു DNA സെഗ്മെന്റ് ആണ്. അവിടെ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ mRNA ഉണ്ടാവുന്നു. ആ mRNA പ്രോട്ടീൻ ആവുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്ട്രോൺ. അത്രയേ ഉള്ളൂ. എ സെഗ്മെന്റ് ഓഫ് DNA വിച്ച് കോഡ്സ് ഫോർ എന്താണ്, സെഗ്മെന്റ് ഓഫ് DNA കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ്. ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഓഫ് DNA ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ. ഇനി മോണോസിസ്ട്രോണിക്കും ഉണ്ട്, പോളിസിസ്ട്രോണിക്കും ഉണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്സ് നിങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നിങ്ങൾ ഇതിപ്പോൾ ഒരു പ്രൊമോട്ടർ, ഇതിപ്പോൾ ഒരു ടെർമിനേറ്റർ, ഇതിപ്പോൾ ഒരു പ്രൊമോട്ടർ, ഇതിപ്പോൾ ടെർമിനേറ്റർ. ഇതിന്റെ ഇടയിൽ വരുന്ന ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ സിസ്റ്റോൺ എന്ന് പറയുന്നത്. ഒരു പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും ഇടയിലുള്ള ഭാഗത്തിനാണല്ലോ സിസ്റ്റോൺ. അതാണല്ലോ കോഡ് ചെയ്യുക, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. അതിനെയാണ് നമ്മൾ സിസ്റ്റോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് വെറൈറ്റി, അതായത് ഓരോ ഇതിനും ഓരോ പ്രൊമോട്ടറും ടെർമിനേറ്റർ അങ്ങനെ ഓരോ സിസ്റ്റോൺ സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോസിസ്ട്രോണിക് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ ആണോ? ഒരൊറ്റ ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. പക്ഷേ സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിരിക്കും. പ്രൊമോട്ടർ ഉണ്ടാവും, അതേപോലെ ടെർമിനേറ്റർ, അതിനിടയ്ക്ക് ഒരു സിസ്റ്റോൺ ഉണ്ടാവും, അടുത്ത സിസ്റ്റോൺ ഉണ്ടാവും, അങ്ങനെ 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 അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ യെസ്, മോണോസിസ്ട്രോണിക് എന്ന് നമ്മൾ വിളിക്കുന്ന പേര്. ഓക്കെ ആണോ? only the presence of only one cystone in a transcription unit, only one structural gene coding for a single polypeptide chain, mostly in eukaryotes. Eukaryotes in കേസിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുക. ഒരൊറ്റ സ്ട്രക്ചർ പോലെയാണ്, പക്ഷെ എല്ലാത്തിനും സെപ്പറേറ്റ് പ്രൊമോട്ടർ, ടെർമിനേറ്റർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇതിന്റെ കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോളിസിസ്റ്റോണിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട്, പോളി എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്സിന്റെ കേസിലാണ് ഉണ്ടാവുക. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തുണ്ടാവില്ല, പ്രൊമോട്ടറും ടെർമിനേറ്ററും. ഇപ്പം ഒരു സ്റ്റാർട്ടിംഗ് പ്രൊമോട്ടർ ആണെങ്കിൽ എൻഡിങ് ഒരു ടെർമിനേറ്റർ. ഇതിന്റെ ഇടയ്ക്ക് കുറേ സിസ്റ്റോണുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പോളിസിസ്റ്റോണിക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഒരു പ്രൊമോട്ടറിനെയും ഇതിന്റെ ഇടയ്ക്ക്, ടെർമിനേറ്ററിന്റെ ഇടയ്ക്ക് ഒരുപാട് സിസ്റ്റോണുകൾ അടുക്കി വെച്ച്, അതായത് C1 C2 C3 അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മറ്റേതെന്താണ്, സെപ്പറേറ്റ് ഓരോ പാർട്ടിനും എന്തുണ്ട്, ഒരു പ്രൊമോട്ടറും ടെർമിനേറ്ററും ഉണ്ട്, ഒരു പ്രൊമോട്ടറിനും. അങ്ങനെ ആ അറേഞ്ച്മെന്റ് എവിടെയാണുള്ളത്, നമ്മുടെ യൂകാരിയോട്സിലാണ്. പോളിസിസ്റ്റോണിക് എവിടെയാണുള്ളത്, പ്രോകാരിയോട്സ്. PP എന്ന് ആലോചിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് തെറ്റില്ല. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ബാക്ടീരിയ അതേപോലെ തന്നെ പ്രോകാരിയോട്സിലാണ് ഇത് കാണുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 or more structural gene codes for different polypeptide genes എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? യെസ്, ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ഏത് സെക്ഷനിലേക്കാണ്, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനിലേക്കാണ് കേട്ടോ. ഇനി നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്
ട്രാൻസ്ക്രിപ്ഷനിലേക്കാണ് ഇനി നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് മക്കളെ ട്രാൻസ്ക്രിപ്ഷനിൽ മൊത്തം 3 സ്റ്റെപ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് ഇനിസിയേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇത് തന്നെയാണ് കേട്ടോ ട്രാൻസ്ലേഷനിലും വരുന്നത്. അവിടെ വരുമ്പോൾ മിസ് ഒന്നും കൂടി അത് പറഞ്ഞുതരാം. ഇനിസിയേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ, അങ്ങനെ 3 സ്റ്റെപ്സ് ആണ് ഇതിൽ ഉണ്ടാവുക. ഇനിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ RNA പോളിമറേസ് വന്ന് ഇങ്ങനെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് പോയിട്ട് അറ്റത്ത് ടെർമിനേറ്ററിൽ എത്തണം. ഇതിപ്പോൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ നമ്മുടെ RNA പോളിമറേസ് വന്ന് പ്രൊമോട്ടറിനെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് അടുത്ത് വന്നിരിക്കും. ഇനി ഇതിങ്ങനെ പോയിട്ട് ടെർമിനേറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം. അങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ DNA പോളിമറേസ് വന്ന് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്തിരുന്നു. പിന്നെ DNA പോളിമറേസ് വന്നാൽ മാത്രം ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, അതിന് വേറൊരു ഫാക്ടറും കൂടി വേണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിഗ്മ ഫാക്ടർ എന്നാണ് നമ്മളതിനെ വിളിക്കുക. അതായത് നമ്മുടെ DNA പോളിമറേസ് വന്നു, പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ എന്താണ്, യെസ്, നമ്മുടെ സിഗ്മ ഫാക്ടറും കൂടി വന്നു. അങ്ങനെ സിഗ്മ ഫാക്ടറും കൂടെ വന്ന് ബൈൻഡ് ചെയ്തിരുന്ന് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എലോങ്ങേഷൻ, അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ RNA പോളിമറേസ് ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് നീളത്തിൽ പോകും. ലാസ്റ്റ് ടെർമിനേഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ വേറൊരു ഫാക്ടർ ഉണ്ട്, ദാറ്റ് ഈസ് റോ ഫാക്ടർ വന്നിട്ടാണ് ഇതിങ്ങനെ ടെർമിനേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് മൂവ് ചെയ്ത് പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇവിടെ നിങ്ങൾ സിഗ്മ ഫാക്ടർ, റോ ഫാക്ടർ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ പ്രൊമോട്ടർ, പിന്നെ ഈ 3 പേര്, ഇനിസിയേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ പ്രോസസ് ഇൻ ബാക്ടീരിയ ഇസ് ഗിവൺ ബിലോ. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ. ഇവിടെയുള്ള എൻസൈം ഏതാടാ? DNA ഡിപെൻഡന്റ് RNA പോളിമറേസ് ആണ് അല്ലേ. ഇനി 3 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഇനിസിയേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇതാണ് 3 സ്റ്റെപ്പ്. ആ ഫാക്ടറിന്റെ കാര്യം എഴുതാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം നിങ്ങളുടെ DNA, അതിൽ ഈ യൂക്കാരിയോട്സ് DNA നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ DNA ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ റീജൻസ് അതിൽ കാണും. ഇതിപ്പോൾ ഒരു റീജൻ, ഇതിപ്പോൾ റീജൻ, ഇതിപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ചില റീജൻസിന് ഇൻട്രോൺസ്, ചിലത് ഇപ്പോൾ എക്സോൺസ്, ഇൻട്രോൺസ്, എക്സോൺസ്, ഇങ്ങനെയായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇൻട്രോൺസ് എന്ന് വെച്ചാൽ അവർ കോഡ് ചെയ്യാത്ത റീജൻസിനെയാണ് നമ്മൾ ഇൻട്രോൺസ് വിളിക്കുന്നത്. എക്സോൺസ് എന്ന് വെച്ചാൽ ഇറ്റ് കോഡ്സ് ഫോർ എ പർട്ടിക്കുലർ പ്രോട്ടീൻ, നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ജീനിന് വേണ്ടി കോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട ട്രാൻസ്ലേഷന് പോകുന്നതിന് മുന്നേ കോഡ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമല്ലേ ട്രാൻസ്ലേഷന് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. കാര്യം എന്നാൽ മാത്രമല്ലേ അവിടെ അത് ട്രാൻസ്ലേറ്റ് ആയിട്ട് പ്രോട്ടീൻ ആവുള്ളൂ. വെറുതെ കോഡ് ചെയ്യാത്ത എല്ലാവരെയും കൂടി വിളിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷന് ശേഷം നിങ്ങൾക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ ന്യൂക്ലിയസിലാണ് നടക്കുന്നത്, ട്രാൻസ്ലേഷൻ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവരണോ അല്ലേ? കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആവശ്യമുള്ള ആൾക്കാരെ മാത്രം കൊണ്ടുവന്നാൽ പോരെ, എല്ലാവരെയും കൂടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല അല്ലേ. അപ്പോൾ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന് ശേഷം ചില മോഡിഫിക്കേഷൻസ് വരുത്തും. അതിനെ നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്നാണ് പറയാം. അതായത് ട്രാൻസ്ലേഷന് തൊട്ട് മുന്നേ ട്രാൻസ്ക്രിപ്ഷന് ശേഷം, ഓക്കെ അല്ലേ. ട്രാൻസ്ക്രിപ്ഷന് ശേഷം ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തും. അതിന് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്നാണ് നമ്മളതിനെ പറയാം. അങ്ങനെ വരുത്തി കഴിഞ്ഞിട്ട് അതിനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ അതേപോലെ ഇൻട്രോൺസും എക്സോൺസും ഇതിങ്ങനെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോൺസിനെ നമുക്ക് കട്ട് ചെയ്ത് കളയണം, എക്സോൺസിനെ ജോയിൻ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്ലൈസിംഗ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇൻട്രോൺസിനെ എല്ലാത്തിനെയും കട്ട് ചെയ്ത് എക്സോൺസിനെ ഒരുമിച്ച് ജോയിൻ ചെയ്തു, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്ലൈസിംഗ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇവിടെ വേറൊരു സാധനം കൂടി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ക്യാപ്പ്, ഒരു തൊപ്പി നമ്മൾ വെക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. അതായത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു തൊപ്പി ഇങ്ങനെ വെക്കും, അതാണ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. ക്യാപ്പിംഗ് അതിന് യൂസ് ചെയ്യുന്നതാണ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റിലേക്ക് കുറെ അഡിനിന്റെ റെസിഡ്യൂസിനെ നമ്മൾ കൊണ്ട് ഇട്ട് കൊടുക്കും. ഓക്കെ അല്ലേ. അതാണ് അഡിനിന്റെ ടെയിൽ, ദാറ്റ് ഈസ് അഡിനിലേഷൻ. നമ്മൾ പോളി അഡിനിലേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അത് അഡിനിൻ റെസിഡ്യൂസിനെ ആഡ് ചെയ്യുക ചെയ്തത്, പോളി എ ടെയിൽ എന്നൊക്കെ നമ്മൾ പറയുന്നേക്കാലോ. യെസ്, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോർമലി ട്രാൻസ്ക്രൈബ് ചെയ്ത് നമുക്ക് കിട്ടുന്ന RNA എന്ന് പറഞ്ഞാൽ mRNA അല്ല, ദാറ്റ് ഈസ് HNRNA, ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA-നെയാണ് നമുക്ക് നോർമലി ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഈ ഹെട്രോജിനസ് ന്യൂക്ലിയർ RNA-യിൽ നിന്ന് mRNA ഉണ്ടാക്കണം. mRNA ഉണ്ടാക്കണമെങ്കിൽ ഈ 3 സ്റ്റെപ്പ് ചെയ്യണം. അതായത് സ്പ്ലൈസിങ് ചെയ്യണം, അതേപോലെ തന്നെ ക്യാപ്പിംഗ് ചെയ്യണം, അതേപോലെ തന്നെ പോളി അഡിനിന്റെ ഗോനസിൽ ടെയിൽ ആഡ് ചെയ്യണം. അഡിനിന്റെ ടെയിൽ അനുസരിച്ച് പോളി അഡിനിലേഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു നല്ല mRNA കിട്ടുള്ളൂ. ആ mRNA വെച്ചിട്ടാണ് നമ്മൾ പിന്നെ പ്രോട്ടീൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ. ട്രാൻസ്ലേഷന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ HNRNA ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് ഈ 3 സ്റ്റെപ്സിലൂടെ കടത്തി വിട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ?
ട്രാൻസ്ലേഷൻ കേട്ടോ. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആണ്. ക്യാപ്പിംഗ്, ടെയിലിംഗ് ആൻഡ് സ്പ്ലൈസിംഗ്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് മീത്തൈൽ ഗുവാനസിൻ ട്രൈഫോസ്ഫേറ്റ് വെക്കുന്നു. ടെയിലിംഗ് എന്ന് വെച്ചാൽ അഡിനിൻ റെസിഡ്യൂസ് ആഡ് ചെയ്യുന്നു. സ്പ്ലൈസിംഗ് എന്ന് വെച്ചാൽ ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് എക്സോൺസിനെ ജോയിൻ ചെയ്ത് ഒരുമിച്ച്. എക്സോൺസ് മാത്രമേ കോഡിംഗ് റീജിയൻസ് ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ അല്ലേ? ഇനി RNA പോളിമറൈസ് എന്ന് വെച്ചാൽ 3 തരത്തിലുള്ള RNA പോളിമറൈസസ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് RNA പോളിമറൈസ് 1. RNA പോളിമറൈസ് 1 എന്ന് വെച്ചാൽ റൈബോസോമൽ RNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി RNA പോളിമറൈസ് 3 ഉണ്ട്. അത് നമ്മുടെ tRNA, ട്രാൻസ്ഫർ RNA, അതേപോലെ ഫൈബേഴ്സ് RNA, snRNA, പിന്നെ സ്മോൾ ന്യൂക്ലിയർ RNA, അതാണ് snRNA എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ് RNA പോളിമറൈസ് 3. ഇനി നമ്മുടെ RNA ആണ് നമ്മുടെ RNA പോളിമറൈസ് 2 ട്രാൻസ്ക്രിപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹെട്രോജിനസ് ന്യൂക്ലിയർ RNAയുടെ പ്രിക്കോസർ, mRNAയുടെ പ്രിക്കോസർ, ദാറ്റ് ഈസ് HNRNA ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അവർ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ് RNA പോളിമറൈസ് 2. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്? RNA പോളിമറൈസ് 2 ആണ്. വേറെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് എന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യം സെറ്റാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, DNA സീക്വൻസ് ഇസ് പ്രൊവൈഡഡ് ഗിവൺ ബിലോ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്ററി സ്റ്റാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ 5' 3' ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 3' 5' ആയിരിക്കണം അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ അഡിനിന് പകരം തൈമിന് കൊടുത്തിട്ടുണ്ട്, തൈമിന് പകരം അഡിനും കൊടുത്തിട്ടുണ്ട്, ഗ്വാനിന് പകരം എന്താണ്? യെസ്, ഗ്വാനിന് പകരം സൈറ്റോസും കൊടുത്തിട്ടുണ്ട്, സൈറ്റോസിന് പകരം തൈമിന് കൊടുത്തു. ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ലേ? പൊളാരിറ്റി റിവേഴ്സ് ചെയ്താൽ മതി. നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ഏതാടാ ട്രാൻസ്ക്രിപ്ഷനിലുള്ള എൻസൈമാ? DNA ഡിപെൻഡന്റ് RNA പോളിമറൈസ് ആണല്ലേ? യെസ്. ഇനി നോക്കിക്കേ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ബോത്ത് ദ സ്ട്രാൻഡ്സ് ഓഫ് DNA ആക്ട് ആസ് ടെംപ്ലേറ്റ്സ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ. രണ്ടുപേരും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത എന്താ അവസ്ഥ? നോക്കിക്കേ, 2 RNA മോളിക്യൂൾസ് ഫോം ചെയ്യും അല്ലേ? 2 RNA മോളിക്യൂൾസ് ഫോം ചെയ്യും, വിച്ച് ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA. അതായത് എന്താണ്, 2 ടെംപ്ലേറ്റ്സ് ആണ് ഉണ്ടെങ്കിൽ 2 RNA ഉണ്ടാവും, പിന്നെ അവർ തമ്മിൽ കോംപ്ലിമെന്ററി ആയിട്ട് അവർ തമ്മിൽ ഒരുമിപ്പിക്കും. അത് പറ്റുമോ? ഇല്ല അല്ലേ? ഇനി 2 RNA മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും വിത്ത് 2 ഡിഫറെന്റ് സീക്വൻസ് റിസൾട്ട്സ് ഇൻ 2 ഡിഫറെന്റ് പ്രോട്ടീൻ അല്ലേ? അതായത് 2 RNA ഉണ്ടായി, ഒന്നല്ലെങ്കിൽ അവർ ഒരുമിപ്പിച്ചിട്ട് 2 സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുമിച്ച് ഡബിൾ സ്റ്റാൻഡേർഡ് ആയി പോവാം, അല്ലെങ്കിൽ എന്താണ് 2 പ്രോട്ടീൻസിന് അത് കോഡ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 RNA ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ 2 പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരൊറ്റ സ്റ്റാൻഡ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആയിട്ട് മാത്രം ആക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ജനറ്റിക് കോഡിലേക്കാണ് കേട്ടോ വരുന്നത്. ജനറ്റിക് കോഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പ്രോട്ടീൻ ഫോർമേഷൻ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് പറയുക. അത് അതിലേക്ക് വരാം കേട്ടോ, ട്രാൻസ്ലേഷനിലേക്ക് വരാം. അതിന് മുന്നേ ഇനി പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അമിനോ ആസിഡ്സ് കൂടിയിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് അല്ലേ? കാര്യം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിപെപ്റ്റൈഡ് ആണ്. കുറേ അമിനോ ആസിഡുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അമിനോ ആസിഡ്സിനെ ഡിനോട്ട് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഈ അമിനോ ആസിഡുകൾ കൂടിയിട്ട് എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഇസ് എ ട്രിപ്ലെറ്റ് കോഡാണ്. 3 നൈട്രജൻ ബേസ് കൂടിയിട്ടാണ് ഒരു അമിനോ ആസിഡിന്റെ കോഡോൺ ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ജോർജ് ഗാമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞ സാധനം പ്രപ്പോസ് ചെയ്ത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് എഴുതേണ്ട എങ്ങനെയാന്നൊക്കെയുള്ള കാര്യം മിസ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് UCAG എന്ന് കൊടുക്കുക, UCAG എന്ന് കൊടുക്കുക. അതായത് ഫസ്റ്റ് യു ഇടുക, എന്നിട്ട് ഇവിടെ ഇതുപോലെ UCAG കൊടുക്കുക, എന്നിട്ട് എന്നിട്ട് EU ഇവിടെ ഇടുക. ദെൻ അഗെയിൻ ഈ C എന്ത് ചെയ്യുക? ഈ സിയിലേക്ക് വരും. ദെൻ EA എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. G എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. അതേപോലെ തന്നെ തിരിച്ചിടുക. ദാറ്റ് ഈസ് UC കോൺസ്റ്റന്റ് ആക്കുക. ഇവിടെ UA കോൺസ്റ്റന്റ് ആയിരിക്കും, അടുത്തിൽ UG കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ ഇത് എഴുതുക. എഴുതാൻ നിങ്ങൾക്ക് ചോദിക്കൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളതേ ഉള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 3 നൈട്രജൻ ബേസ് കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 നൈട്രജൻ ബേസ് കൂടിയിട്ടാണ് ഒരൊറ്റ അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നത്. അതാണ് ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ട്രിപ്ലെറ്റ് എന്ന് പറയാനുള്ള കാര്യം അതുകൊണ്ടാണ്. മൊത്തം 64 കോഡോൺസ് ആണുള്ളത്. മൊത്തം 64 കോഡോൺസ് ആണ് ടോട്ടലി. കോഡോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, ഈ 3 ലെറ്റർ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡോൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പം AUG ഇതൊരു കോഡോൺ ആണ്. കാര്യം ഇതെന്താണ്? ഒരു ട്രിപ്ലെറ്റ് ആണ്, 3 നൈട്രജൻ ബേസ് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? കോഡോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവർക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇത് കോഡോൺ ഈസ് ട്രിപ്ലെറ്റ് അല്ലേ? 3 ലെറ്റർ കോഡാണ്. ഇനി മൊത്തം 61 കോഡോൺ ആണ് അമിനോ ആസിഡ്സിന് വേണ്ടി കോഡ് ചെയ്യുന്നത്. ബാക്കി 3 കോഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടോട്ടൽ 64 എണ്ണം ഉണ്ട്. 64 കോഡോൺസ് ഉണ്ട്. അതിൽ 61 മാത്രമേ എന്തുള്ളൂ? കോഡിംഗ് ഉള്ളൂ. കോഡിംഗ് ഫോർ അമിനോ ആസിഡ്സ്. ബാക്കി 3 നമ്മൾ സ്റ്റോപ്പ് കോഡോൺസ് എന്നാണ് വിളിക്കുക. സ്റ്റോപ്പ് കോഡോൺസ് അത് ഏതൊക്കെയാ? UAA, UGA, അതേപോലെ തന്നെ
UAG. ഇത് മൂന്നുമാണ്. ഉവ, ഉവാഗ്, ഉഗ. അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചത് കേട്ടോ. ഉവ, ഉവാഗ്, ഉഗ. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. UAA, UAG ആൻഡ് UGA. ഇതാണ് 3 സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ 61 എണ്ണം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അമിനോ ആസിഡ്സിന് വേണ്ടി കോഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി 3 ആൾക്കാരെന്ന് വെച്ചാൽ അമിനോ ആസിഡ്സിന് വേണ്ടി കോഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? 3 കോഡോൺസ് ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്, ഹെൻസ് ദേ ഫംഗ്ഷൻ ആസ് ദ സ്റ്റോപ്പ് കോഡോൺ. അവരെ എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർ കോഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ഇനി കോഡ് ഈസ് ഡീജനറേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? അതായത് ഒന്നിൽ കൂടുതൽ കോഡോൺ ഒരു അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കിക്കേ, some amino acids are coded by more than one codon. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ലൂസിൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ UUA ലൂസിനാണ്, UUG ലൂസിനാണ്, CUU ലൂസിനാണ്, CUC ഇതെല്ലാം ലൂസിനാണ് അല്ലെ. ഒന്നിൽ കൂടുതൽ കോഡോൺ എന്താണ് ഒരു അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ ആർ ഡീജനറേറ്റ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് അല്ലെ വായിക്കുക. അതായത് UUCA, UAG ഇങ്ങനെ കണ്ടിന്യൂ. നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പോ ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെ പഞ്ച്വേഷൻ മാർക്കോ ഫുൾ സ്റ്റോപ്പോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ദ കോഡോൺ ഈസ് റെഡ് ഇൻ mRNA കണ്ടിന്യൂസ് ഫാഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഇത് വളരെ യൂണിവേഴ്സൽ ആണ്. അതായത് ബാക്ടീരിയ തൊട്ട് ഹ്യൂമൻ വരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അത് കംപ്ലീറ്റ്ലി എന്താണ്, യൂണിവേഴ്സൽ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നോക്കണ്ട. ഇനി AUG എന്ന് പറഞ്ഞ കോഡോണിന് 2 ഫംഗ്ഷൻ ആണുള്ളത്. ഒന്ന്, ഇറ്റ് ആക്ട് ആസ് സ്റ്റാർട്ട് കോഡോൺ. സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവിടെ വെച്ചിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റാർട്ട് കോഡോൺ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണോ? സോറി, ട്രാൻസ്ക്രിപ്ഷൻ അല്ല, ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് സ്റ്റാർട്ട് കോഡോൺ. ഇനി അതുകൂടാതെ തന്നെ അതെന്താണ്, മെത്തിയോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമിനോ ആസിഡിന് വേണ്ടിയിട്ട് അത് കോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡ്യുവൽ ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഇനി UAA, UAG ആൻഡ് UGAനെയാണ് നമ്മൾ സ്റ്റോപ്പ് കോഡോൺ അല്ലെങ്കിൽ ടെർമിനേറ്റർ കോഡോൺ നമ്മൾ വിളിക്കുന്നത്. ഇനി മ്യൂട്ടേഷൻസ് വെച്ചാൽ എന്താണ്, ചെറിയ നമ്മുടെ DNA സീക്വൻസിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ. 2 രീതിയിലുള്ള മ്യൂട്ടേഷൻസ് ആണുള്ളത്, പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷനെ പറ്റി നിങ്ങൾ ഓൾറെഡി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ പഠിച്ചതാണ്. അത് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ അല്ലെ, GAG GUG ആയിട്ട് മാറുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. യെസ്, നമ്മുടെ വെലൈൻ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗ്ലൂട്ടാമിക് ആസിഡ് വെലൈൻ ആയിട്ട് മാറുന്ന ഒരൊറ്റ ബേസിൽ വന്ന മാറ്റാണല്ലേ, പക്ഷെ അത് കംപ്ലീറ്റ്ലി മാറുന്നില്ലേ. അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ. അതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഇനി ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല. അതായത് ഏതിൻ്റെങ്കിലും ഒരു അഡീഷനോ ഡിലീഷനോ കാരണം എൻറ്റയർ റീഡിങ് ഫ്രെയിം ഓഫ് ദ DNA മാറിപ്പോവുക. അതിനെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് നോർമലി ഇങ്ങനെ കൊടുത്തിരുന്നായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ യു എന്താണ് A മാറുക. Aന്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു, ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് നമ്മുടെ U ആഡ് ചെയ്തു. അപ്പൊ UAക്ക് പകരം ഇവിടെ എന്ത് വന്നു, U വന്നു. ഈ A ഇങ്ങോട്ട് നീങ്ങിയില്ലേ, AGA ആയി. അപ്പൊ ഈ G ഒറ്റയ്ക്കായി അല്ലെ, ഈ G ഒറ്റയ്ക്കായി. അപ്പോൾ കംപ്ലീറ്റ് റീഡിംഗ് ഫ്രെയിം മാറിയില്ലേ. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇനി 3 എണ്ണം ഒരുമിച്ച് വന്നാൽ പ്രശ്നമല്ല കേട്ടോ. കാര്യം അത് സെപ്പറേറ്റ് കോഡോഡായിട്ട് മാറില്ലേ. 1 or 2 വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് അത് കംപ്ലീറ്റ് റീഡിംഗ് ഫ്രെയിമിന് ഒരു മാറ്റം ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി എന്താണ് ട്രാൻസ്ഫർ tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ദാറ്റ് ഈസ് tRNA. നമ്മുടെ ട്രാൻസ്ലേഷന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ട്രാൻസ്ഫർ RNA എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഡാപ്റ്റർ മോളിക്യൂൾ. നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ചാർജർ ഉണ്ടല്ലേ, അഡാപ്റ്റർ മോളിക്യൂൾ. അത് തന്നെയാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ചാർജിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ട്രാൻസ്ലേഷൻ പ്രോസസ്സിന്. അതാണ് tRNA എന്ന് പറഞ്ഞാൽ. അപ്പൊ tRNAയുടെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആന്റി കോഡോൺ എൻഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെയാണ് അമിനോ ആസിഡ് അറ്റാച്ച്മെന്റ് സൈറ്റ്. ഓക്കെ അല്ലെ, അമിനോ ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന സൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട്. TNA എന്ന് പറഞ്ഞാൽ സോല്യൂബിൾ RNA, SRNA എന്ന് കൂടി നമ്മൾ അതിനെ വിളിക്കുന്നത് കേട്ടോ. അതിനൊരു ആന്റി കോഡോൺ ലൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡും ഉണ്ട്. ഇവിടേക്കാണ് നമ്മുടെ mRNA വന്നു കഴിഞ്ഞാൽ ഈ mRNAക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇവിടെ വരിക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആന്റി കോഡോൺ പാർട്ട്. ഇവിടെ ഒരു കോഡോൺ വന്നു, അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബേസ് ആയിരിക്കും അതിന്റെ നേരെ ഈ ഭാഗത്തേക്ക് വരിക. അപ്പൊ ഇതിന് ഈ mRNAയിൽ ഉള്ളതിന്റെ അമിനോ ആസിഡ് ആണ് കേട്ടോ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുക. ആന്റി കോഡോണിന്റെ അടുത്തുള്ള അമിനോ ആസിഡ് അല്ല വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി എല്ലാത്തിനും tRNAs ഉണ്ടാവും, പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് കോഡോൺസിന് മാത്രം എന്തില്ല, tRNA ഇല്ല. അതായത് UAA, UAG, UGA ഇതിന് എന്തില്ല, tRNA ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. there are no tRNA for സ്റ്റോപ്പ് കോഡോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് കേട്ടോ ക്ലോവർ ലീഫ് മോഡൽ സ്ട്രക്ചർ എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ പറയാം. ഓക്കെ ആണോ? ഇനി ഇത് കണ്ടോ, ആക്ച്വൽ സ്ട്രക്ചറിൽ ഇതൊരു കോമ്പാക്ട് ഒരു L ഷേപ്പാണ് ഉണ്ടാവും. കണ്ടോ, ഇവിടെ AGU ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, AGU ആണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ കോഡ് ചെയ്യുന്ന രീതിയിലുള്ള സെറീൻ ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ UAC വന്നതുകൊണ്ട് ഇവിടെ ടൈറോസിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ നേരെ ഇത് കോഡോൺ ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബേസ് പെയർ ആയിരിക്കും ഇവിടെ വരിക. പക്ഷെ ഇതിനോട് കറസ്പോണ്ട് ചെയ്യുന്ന അമിനോ ആസിഡ് ആയിരിക്കും മേലെ വന്ന് അറ്റാച്ച് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇനി നോക്കിക്കേ, കോഡോൺ AUG is known as initiator codon. Name the amino acid coded by AG. ഏതാടാ, മെത്തിയോണിൻ ആണ് അല്ലേ.
ഇനി 2 സ്റ്റോപ്പ് കോഡോൺസിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോൾ 3 എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. UAA, UAG ആൻഡ് UGA ആണ് ആൻസർ വരിക. ഇനി ഇതാ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒബ്സർവ് ദ ഡയഗ്രം ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് RNA. ഇത് ഏതാടാ, നമ്മുടെ tRNA ആണ് അല്ലേ. ഇനി റൈറ്റ് ദ ബേസ് സീക്വൻസ് ഓഫ് ദ കോംപ്ലിമെന്ററി ടു ദ ആന്റി കോഡൺ. ഇവിടെ UCA കൊടുത്തിട്ടുണ്ട്. യു ആകുമ്പോൾ യുറാസിൽ ആകുമ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? യെസ്, നമ്മുടെ അഡിനിൻ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അടുത്തത് സിക്ക് പകരം എന്തായിരിക്കും? G ആയിരിക്കും. ഇവിടെ അഡിനിൻ ആണ് ഉണ്ടാകുന്നത്, സോ ഇറ്റ് ഇസ് യുറാസിൽ. എന്തുകൊണ്ടാണ് യുറാസിൽ വന്നത്? ഇറ്റ് ഈസ് RNA അല്ലേ. അപ്പൊ അതുകൊണ്ട് തൈമിന് വരാൻ പറ്റുമോ? തൈമിന് വരാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷനിലേക്ക് നമ്മൾ എത്തി. ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. നോക്കിക്കേ, ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്ലേഷൻ ആദ്യം തന്നെ നമ്മുടെ കോഡോൺ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ പോവുകയാണ്. ഇത് ആക്ച്വലി സ്പേസും ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഇവിടെ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ 2 കോഡോൺ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെയാണ് AUG വന്നത് അല്ലേ. സോ AUG വെച്ച് തുടങ്ങുന്ന തൊട്ടിട്ടാണ് എന്ത് സംഭവിക്കുക? ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് മെത്തിയോണിൻ ആണ്. അപ്പൊ അതിന് ചെയ്യുന്ന tRNA ഇവിടെ വന്നിരുന്നു. tRNA ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ട്? മെത്തിയോണിൻ അമിനോ ആസിഡ് ഉണ്ട്. അടുത്ത CUU അതിനെ കറസ്പോണ്ട് ചെയ്തിട്ട് tRNA ഇവിടെ വന്നു, അതിന്റെ അമിനോ ആസിഡ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 2 എണ്ണം വന്നിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ 2 അമിനോ ആസിഡുകളും തമ്മിൽ എന്താണ്? ഒരു ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് പെപ്റ്റൈഡ് ബോണ്ട് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ ആണോ? അപ്പൊ പെപ്റ്റൈഡ് ബോണ്ട് ഇവർ ഫോം ചെയ്തു. അതിനുശേഷം എന്താ സംഭവിക്കുക എന്നറിയോ? ഇങ്ങനെ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യം പിന്നെ അവിടെ ഇല്ല. അപ്പൊ ഇതെന്താ? ഇത് പുറത്തേക്ക് അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പം ഈ ബോണ്ട് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. അതായത് ഈ അമിനോ ആസിഡും ഈ അമിനോ ആസിഡും അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ഈ tRNA മാത്രം എന്താ പുറത്തേക്ക് ഇങ്ങനെ പോകും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് 2 ഇങ്ങനെ ഒരു കണക്റ്റഡ് ആയി. ഇനി അടുത്തത് ഇവിടെയുള്ളത് അങ്ങനെ തന്നെ വന്ന് നിൽക്കും. എന്നിട്ട് അതേപോലെ തന്നെ ഇവിടെ ഇതേപോലെ ബോണ്ട് ഫോം ചെയ്യും. പക്ഷെ ഇവിടെയുള്ള tRNA എന്താ? tRNA തിരിച്ചിറങ്ങി പോകുക. ഇവിടെയുള്ള tRNA ഇറങ്ങി പോകും കേട്ടോ. അപ്പൊ 1, 2, 3 ബോണ്ട് ഓൾറെഡി ആയി. അങ്ങനെയാണ് ഇത് പോവുക. ഓക്കെ അല്ലേ? ഇനി ഇത് നടക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ റൈബോസോമിന്റെ അകത്ത്. റൈബോസോമിന്റെ ലാർജർ സബ് യൂണിറ്റും ഉണ്ട്, സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. അപ്പൊ ഇത് എന്താ സംഭവിക്കുന്നത് അറിയോ? ഇത് പോരെണ്ണം ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നീങ്ങും. ഓക്കെ അല്ലേ? ഈ ഫുൾ നീങ്ങും കേട്ടോ. അതായത് ഈ റൈബോസോം ഉൾപ്പെടെ ഇങ്ങനെ നീങ്ങും. ഇതും ഇങ്ങോട്ട് നീങ്ങും. അങ്ങനെ ഇതിങ്ങനെ നീങ്ങി പോയിട്ട് ഇതാ ഇവിടെ UAA-ലെത്തുമ്പോൾ അതാണ് സ്റ്റോപ്പ് കോഡൺ. അവിടെ എത്തുമ്പോൾ അതിന് ആരില്ല? tRNA. ഇപ്പൊ ഇവിടെ tRNA വന്നിരിക്കുന്നുണ്ട്, ഇവിടെ അമിനോ ആസിഡ് ഉണ്ട്, ഇത് തമ്മിൽ കണക്ട് ആവുന്നുണ്ട്. ഈ tRNA ഇറങ്ങിപ്പോയി. അങ്ങനെ നടക്കുക കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ഇവിടെ വരെ എത്തുമ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇതിങ്ങനെ ഉണ്ടാവുക. അപ്പൊ UAAക്ക് എന്തില്ല? നമ്മുടെ tRNA ഇല്ല, കാര്യം അത് സ്റ്റോപ്പ് കോഡോൺ ആണ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇത് കംപ്ലീറ്റ് നിർത്തിയിട്ട് എന്ത് സംഭവിക്കും? ഈ tRNA ഇറങ്ങിപ്പോയിട്ട് പ്രോട്ടീൻ്റെ ഇങ്ങനെ ഒരു ലോങ് ചെയിൻ, ദാറ്റ് അമിനോ ആസിഡിന്റെ ഒരു ലോങ് ചെയിൻ, പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിട്ട് ഇത് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ട്രാൻസ്ലേഷൻ. നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു വലിയ ചെയിൻ ആയിട്ട് ഇതിങ്ങനെ മാറും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളെ എവിടെ ഉള്ളൂ. ഇതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വേണം എന്താണ്? ചാർജിങ് ഓഫ് tRNA. tRNA ഇങ്ങനെ ചാർജ് ആയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അതായത് എന്താ പറയുക, നമ്മളിപ്പോൾ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാറിൽ പെട്രോളൊക്കെ അടിച്ച് നിൽക്കുന്നതിനോട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കില്ലേ, അതേപോലെ tRNA ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ, എവിടെയാണ് ഞാൻ പോകേണ്ടതെന്നുള്ള സ്ഥലത്തിൽ റെഡിയായി ഉടുപ്പൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അതായത് ചാർജിങ് ഓഫ് tRNA. ATP മോളിക്യൂൾസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ ATP മോളിക്യൂൾസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ നിൽക്കുകയാണ്. കാര്യം ഇതിന് മൂവ് ചെയ്യണമെങ്കിൽ ATP വേണ്ടേ? അത് തന്നെ. ഇനി ഇനിസിയേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ സെയിം നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇത് വന്ന് അറ്റാച്ച് ചെയ്യുന്നു, പിന്നെ എലോങ്ങേഷൻ നീങ്ങുന്നു, സ്റ്റോപ്പ് കോഡോയിൽ എത്തുമ്പോൾ അത് മീൻസ് കട്ട് ചെയ്യുന്നു, അത് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെയാണ് 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ AUGന്റെ മുന്നിൽ ഈ 2 ഏരിയാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യില്ല? ഈ ഒരു ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യില്ല. AUG ഉള്ള സ്ഥലത്ത് മാത്രമല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിനെ നമ്മൾ UTR എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. കാര്യം സ്റ്റാർട്ട് കോഡോണിന് മുന്നേ ഉള്ള ആവശ്യമില്ലാത്ത റീജിയൻസിനെയാണ് നമ്മൾ UTR. കാര്യം അതെന്താണ്? നമ്മുടെ ട്രാൻസ്ലേഷൻ പ്രത്യേകിച്ച് റോളോ കാര്യങ്ങളോ ഒന്നുമില്ല, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് എ പ്രോസസ് ഇൻ എ റൈബോസോം. ഇത് ഏതാണ്? ട്രാൻസ്ലേഷൻ ആണ് അല്ലേ. അപ്പം എന്താണ് ആ പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ടു ഫോം പ്രോട്ടീൻ അല്ലേ. അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓർഡർ എല്ലാം എന്താണ്? നമ്മുടെ mRNA ഏതാണോ താഴെയുള്ള കോഡോൺ അതിനനുസരിച്ചാണ് tRNA വരുന്നത്, അതിനനുസരിച്ചാണ് ഈ ഒരു കണക്ഷൻ പോകുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ
അതായത് നമ്മുടെ ബോഡിയിൽ പല പല ജീൻസ് ഉണ്ട് അല്ലെ. ഈ ജീൻസ് എല്ലാ ടൈമിലും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? അതായത് എല്ലാ ടൈമിലും ഇതിങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. ആവശ്യമുള്ള സമയത്ത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, ആവശ്യമില്ലാത്ത സമയത്ത് എക്സ്പ്രസ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. അപ്പൊ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെഷീനറി നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട് അല്ലെ. ഇനി നമ്മളൊരു ജീനിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ 4 സ്റ്റെപ്സിലാണ് നമുക്ക് അതിനെ ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ ചെയ്യാൻ പറ്റും. അതായത് DNA mRNA ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. രണ്ടാമത്തെ എന്താണ്? പ്രോസസിങ് ലെവല്. അതായത് നമ്മുടെ സ്പ്ലൈസിങ്ങിന്റെ സമയത്ത്, ഇതിപ്പോൾ സ്പ്ലൈസിങ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ mRNA ഉണ്ടാവുന്നുള്ളൂ. ആ mRNA ആണ് എന്താകുന്നത്? പ്രോട്ടീൻ ആണ്. സോ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് കൺട്രോൾ ചെയ്യാം. ഇനി ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം അല്ലെ. ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്ലേഷൻ നടക്കുള്ളൂ. സോ അവിടെ വെച്ചിട്ട് ഈ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? അതായത് പർട്ടിക്കുലർ DNA അത് പ്രോട്ടീൻ ആയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ എക്സ്പ്രഷൻ നടക്കുള്ളൂ. ഇനി ട്രാൻസ്ലേഷണൽ ലെവൽ, അതായത് പ്രോട്ടീൻ ഫോർമേഷന്റെ സമയത്തും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എനിക്ക് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഷുഗർ ആണ് അല്ലെ. ഈ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറ്റ് ഇസ് എ ഡൈസാക്രൈഡ് അല്ലെ. 2 മോണോസാക്രൈഡുകൾ കൂടിയിട്ടാണ് ഈ ലാക്ടോസ് ഉണ്ടാകുന്നത്. അതായത് ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും കൂടിയിട്ടാണ് ഈ ലാക്ടോസ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് വെച്ചാൽ എൻസൈമാണ് ഈ ലാക്ടോസിനെ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും ആക്കുന്നത്, ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടേ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞൊരു എൻസൈം വരണം. ഓക്കെ അല്ലേ? അപ്പൊ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീൻ എന്ത് ചെയ്യണം? ആ ഒരു ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം അല്ലെങ്കിൽ പ്രോട്ടീനെ അവിടെ ഫോം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ നടക്കുള്ളൂ. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇനി നിങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ. ഒരു DNA അല്ലെങ്കിൽ ഒരു ജീൻ അതെന്ന് വിചാരിച്ചു. ഇപ്പൊ DNAയിൽ നിന്ന് mRNA ഉണ്ടാവണം അല്ലെ. അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കണം. ഇനി mRNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ് നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ ആണോ? അപ്പോൾ അവിടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് മാത്രമേ എൻസൈം ഉണ്ടാവുള്ളൂ. ഈ എൻസൈം ഉണ്ടായാൽ മാത്രമേ എനിക്ക് അവിടെ പോയിട്ട് ആക്ഷൻ അവിടെ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ലാക്ടോസ് ഇപ്പം എൻ്റെ ബോഡിയിൽ ഇല്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ലാക്ടോസ് എൻ്റെ അടുത്തില്ല. അപ്പൊ ലാക്ടോസ് ഇല്ലെങ്കിൽ പിന്നെ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് ഓഫ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഈ എന്താണ് ഓപ്പറേഷൻ ഒന്നും തന്നെ നടക്കില്ല. അതായത് അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, ട്രാൻസ്ലേഷൻ നടക്കില്ല, ഒന്നും നടക്കില്ല. ഓക്കെ അല്ലേ? ഇനി ലാക്ടോസ് അവിടെ ഉണ്ട്, അപ്പൊ അതിനെ ഡൈജസ്റ്റ് ചെയ്യണം, അപ്പൊ അതിന് വേണ്ട എൻസൈം വേണം അല്ലെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ നടന്നിട്ട് ആ എൻസൈം ഉണ്ടാവുന്നുണ്ട്, അവിടെ ഡൈജഷന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാക് ഓപ്പറോണിനെ പറ്റിയിട്ടാണ്. ലാക്ടോസ് ഓപ്പറോൺ എന്നാണ് നമ്മൾ വിളിക്കുക, ലാക് ഓപ്പറോൺ. ജേക്കബ് ആൻഡ് മോനോഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 മിടുക്കന്മാരായിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഈ ഒരു ലാക് ഓപ്പറോൺ കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ ആണോ? ഇത് നമ്മുടെ ജീൻ എക്സ്പ്രഷൻ ഇൻ പ്രോകാരിയോട്സ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി എന്താണ് ഓപ്പറോൺ എന്നാണ് അടുത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓപ്പറോൺ വെച്ചാൽ ഒന്നുമില്ല, കുറെ ജീനുകളുടെ ഒരു കൂട്ടമാണ്. പക്ഷേ ഈ ക്ലസ്റ്റർ ഓഫ് ജീൻസ് ഒരുമിച്ച് ഒരൊറ്റ mRNA മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണോ? നോക്കിക്കേ. ആൻ ഓപ്പറോൺ ഈസ് എ ക്ലസ്റ്റർ ഓഫ് ജീൻ ദാറ്റ് ആർ ട്രാൻസ്ക്രൈബ്ഡ് ടുഗദർ ടു പ്രൊഡ്യൂസ് എ സിംഗിൾ മെസ്സഞ്ചർ RNA. കണ്ടോ? ഓരോന്നും സെപ്പറേറ്റ് mRNA ഉണ്ടാക്കുന്നില്ല, ഒരൊറ്റ mRNA ഉണ്ടാവുന്നുള്ളൂ. ഇനി അതിൽ നിന്നാണ് കുറെ പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്, മൾട്ടിപ്പിൾ പ്രോട്ടീൻസ് ഉണ്ടാകുന്നു. ഓക്കെ ആണോ? അപ്പൊ കുറെ ജീനുകളുടെ കൂട്ടമാണ്, അതൊരൊറ്റ mRNA ഉണ്ടാക്കുന്നു. ആ mRNAയിൽ നിന്ന് മൾട്ടിപ്പിൾ പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലാക് ഓപ്പറോൺ ആണ്. പക്ഷെ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് TRP ഓപ്പറോൺ, ഹിസ് ഓപ്പറോൺ, വാൽ ഓപ്പറോൺ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഓപ്പറോൺ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ലാക് ഓപ്പറോൺ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സെറ്റ് അല്ലേടാ? അപ്പൊ 2 കണ്ടീഷനാണ് ഇതിനുള്ളത്. ഓക്കെ അല്ലേ? ഒന്ന് ലാക്ടോസ് ഉള്ളപ്പോഴും, ഒന്ന് ലാക്ടോസ് ഇല്ലാത്തപ്പോഴും. ഓക്കെ ആണോ? ലാക്ടോസ് ഇല്ല, നമ്മൾ പറയില്ലേ മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും എന്ന് പറയുന്നതിനോട്ട് ലാക്ടോസ് ഇല്ലാത്തപ്പോഴും അതേപോലെ തന്നെ ലാക്ടോസ് ഉള്ളപ്പോഴും ആണ് 2 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിക്കേ. ഇതിനെ നിങ്ങൾ ഇനി പഠിച്ചു വെക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനെ പിപ്പോസിയ എന്നങ്ങ് പഠിക്കാം. PIPOZYA. ഇതാണ് ആ 7 ജീൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? 7 ജീൻ, ദാറ്റ് ഈസ് പിപ്പോസിയ. ഓക്കെ ആണോ? ഇനി ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ട്രക്ചറൽ ജീൻ എന്നാണ് കേട്ടോ, EZYA-നെ. ഇനി ഇവിടെ നിങ്ങൾക്കൊരു പ്രൊമോട്ടർ റീജിയൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻഹിബിറ്റർ അല്ലെങ്കിൽ റെഗുലേറ്റർ ഉണ്ട്. ദെൻ അഗെയിൻ നിങ്ങൾക്ക് ഇവിടെ ഓപ്പറേറ്റർ ജീൻ ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഏരിയ ഉണ്ട്. ഓക്കെ ആണോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? ഈ ഇസഡും വൈയും എയും ആണ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം എന്ന് വെച്ചാൽ RNA പോളിമറേസ് ആണ് ഇവിടുത്തെ എൻസൈം. DNA ഡിപെൻഡന്റ് RNA പോളിമറേസ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതെന്താണ്? ഒരു ട്രാൻസ്ക്രിപ്ഷൻ
യൂണിറ്റ് ആണ്, പ്രൊമോട്ടറും ടെർമിനേറ്ററും ഇടയ്ക്കുള്ള ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. അപ്പം ഇവിടെ നമ്മുടെ ഇൻഹിബിറ്റർ അല്ലെങ്കിൽ റെഗുലേറ്റർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? നമ്മുടെ റിപ്രസർ mRNA എന്ന് പറഞ്ഞിട്ടുള്ളൊരു mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ mRNA എന്താണ്, ഒരു റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ റിപ്രസർ പ്രോട്ടീൻ പോയിട്ട് നേരെ പോയിട്ട് ഓപ്പറേറ്ററിന്റെ അടുത്ത് പോയിട്ട് അവിടെ അങ്ങ് ഗേറ്റ് അടച്ചിരിക്കുക ചെയ്യുന്നത്. അതായത് നമ്മുടെ RNA പോളിമറേസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഓപ്പറേറ്ററിന്റെ സൈഡിൽ കൂടിയാണ് RNA പോളിമറേസ് പോയി കഴിഞ്ഞ് ZYയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ RNA പോളിമറേസ് എന്തായാലും ഇതാ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് എത്തണം അല്ലേ, ഈ സൈഡിലേക്ക് എത്തണം. പക്ഷെ നമ്മുടെ റിപ്രസർ പ്രോട്ടീൻ എന്താ ചെയ്യുന്നതെന്നറിയോ? അവര് പോയിട്ട് വാതിലടച്ച് അവിടെ അങ്ങ് ഇരിക്കും. എന്നിട്ട് പറയും ഇങ്ങോട്ട് ആരെയും കയറ്റി വിടില്ല, അങ്ങോട്ട് ആർക്കും കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്യും, കഥ കടച്ചിരിക്കും. അപ്പോൾ ഈ റിപ്രസർ പ്രോട്ടീൻ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ RNA പോളിമറേസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, അവിടെ എന്ത് എൻസൈം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നും നടക്കുന്നില്ല, ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് റിപ്രസർ mRNA ഉണ്ടാകുന്നു, റിപ്രസർ പ്രോട്ടീൻ നേരെ പോയിട്ട് ഓപ്പറേറ്റർ ജീനോട് ബൈൻഡ് ചെയ്തിരിക്കുന്നു, അത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇത് ലാക്ടോസ് ഇല്ലാത്തപ്പോഴാട്ടോ. ഇനി ലാക്ടോസ് ഉള്ളപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? റിപ്രസർ mRNAയും റിപ്രസർ പ്രോട്ടീനും അതേപോലെ ഉണ്ടാവും. പക്ഷെ ലാക്ടോസ് വന്നിട്ട് നേരെ റിപ്രസർ പ്രോട്ടീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കുറുകി പിടിച്ചിട്ട് നിന്നിട്ട് പറയും നീ ഇപ്പം തൽക്കാലത്തേക്ക് ഓപ്പറേറ്ററിൻ്റെ അടുത്തേക്ക് പോകണ്ട, അവിടെ RNA പോളിമറേസ് എന്താ ചെയ്തോട്ടെ, നീ എന്തിനാണ് എപ്പോഴും അവിടെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നത്, അതായത് മറ്റേ ഗംഗ ഇപ്പോൾ പോകണ്ടെന്ന് പറയുന്നതിനോട്ട് എന്താണ് റിപ്രസർ പ്രോട്ടീനെ പിടിച്ചു വെക്കും. ആരാണ്? നമ്മുടെ ലാക്ടോസ് പോയിട്ട് നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട, RNA പോളിമറേസ് എന്താ ചെയ്തോട്ടെ എന്ന് പറയും. അപ്പോൾ RNA പോളിമറേസ് ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഇവിടെ ഫ്രീ ആണ് അല്ലേ, ഇവിടെ ഓപ്പറേറ്ററിന് അവിടെ ഫ്രീ ആണ്. അപ്പോൾ അതിങ്ങനെ പോയിട്ട് ഇവിടെ 3 സ്ട്രക്ചർ ജീന് കാണുന്നുണ്ട്. അതായത് ZYA അവിടെ നിന്ന് എന്താണ്, ഇത് ഓപ്പറോൺ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എന്തുണ്ടാവുന്നുണ്ട്, mRNA, ദാറ്റ് ഇസ് ലാക്ക് mRNA. അവിടെ നിന്ന് മൾട്ടിപ്പിൾ പ്രോട്ടീൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇസഡിൽ നിന്നുണ്ടാവുന്ന പ്രോട്ടീനാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്, വൈയിൽ നിന്നുണ്ടാവുന്നതാണ് പെർമിയേസ്, എയിൽ നിന്നുണ്ടാവുന്നതാണ് ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈം നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ട്രാൻസ്ലേഷൻ നടന്നിട്ട് അവിടെ പ്രോട്ടീൻസ് ഉണ്ടാവുന്നുണ്ട്. ഇനി അപ്പൊ ഇവിടെ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ലാക്ടോസ് ആക്ച്വലി അതിനെ സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത്. ആരെയാണ്? റിപ്രസർ mRNA അവിടെ പോയി നിൽക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ട്രാൻസ്ലേഷൻ ഒക്കെ പക്ഷെ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇൻഡ്യൂസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കും കേട്ടോ, ഇവിടുത്തെ ഇൻഡ്യൂസർ ഏതാണെന്ന് ചോദിക്കും. സോ നിങ്ങൾ എന്താ ആൻസർ എഴുതേണ്ടത്? ലാക്ടോസ് ആണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയസ്, ഇത് ലാക്ടോസ് ഉള്ളപ്പോഴാണ് കേട്ടോ. ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ. പെർമിയസും ട്രാൻസ് അസറ്റൈലേസ് ഒക്കെ കൂടെ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലാക്ടോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ 3 ആൾക്കാർ വേണം ലാക്ടോസ് ഡൈജഷന് ശരിക്കും. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, നമ്മുടെ ലാക്ടോസ് ഉള്ളപ്പോൾ ജീൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചു അല്ലേ, മറ്റേത് ലാക്ടോസ് ഇല്ലാത്തപ്പോൾ നമുക്ക് ഈ എൻസൈമിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒന്നും നടക്കാതിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് എന്തുണ്ട്, ലാക്ടോസ് ഉള്ളപ്പോൾ നമുക്ക് എന്തുണ്ട്, ട്രാൻസ്ലേഷന്റെ ആവശ്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് കേട്ടോ ഈ 2 ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലാക്ടോസ് ആബ്സെന്റ് ആയപ്പോഴും ഒന്ന് ലാക്ടോസ് പ്രസന്റ് ആയപ്പോഴും. ഞാനത് എൻ്റെ രീതിയിൽ വരച്ചു എന്നേ ഉള്ളൂ. സെയിം ഡയഗ്രാം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. Observe the diagram of lac operon. Write the name of the enzyme labeled as A, B and C. ഇതിൽ A എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബീറ്റാ ഗാലക്ടോസിഡേസ് ആയിരിക്കും. B എന്ന് വെച്ചാൽ പെർമിയേസ് ആയിരിക്കും. C എന്ന് പറഞ്ഞാൽ ട്രാൻസ് അസറ്റൈലേസ് ആയിരിക്കും. ഇനി വിച്ച് ആക്ടേഴ്സ് ഇൻഡ്യൂസർ ഇൻ ലാക് ഓപ്പറോൺ? ഏതാണ് ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്ന? ലാക്ടോസ് ആണ് അല്ലേ. സോ നിങ്ങൾ താഴെ എന്ത് കൊടുക്കുക? ലാക്ടോസ് ആണ് അവിടുത്തെ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹിൻസ് ഓഫ് ലാക് ഓപ്പറോൺ ഇസ് ഗിവൺ ബിലോ. ഇൻഡ്യൂസർ, റിപ്രസർ, സ്ട്രക്ചർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ആക്ടിങ് ആസ് ഇൻഡ്യൂസർ? ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ലാക്ടോസ് ആണ് അല്ലേ. ഇനി നമ്മുടെ ഇൻഡ്യൂസറിന്റെ ലാക്ടോസിന്റെ പ്രസൻസിൽ അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, ഇൻഡ്യൂസറിന്റെ സമയത്ത് എന്താ ചെയ്യുന്നത്? റിപ്രസർ പ്രോട്ടീനെ ഇൻഡ്യൂസർ വന്ന് ഇനാക്ടിവേറ്റ് ചെയ്ത് നിർത്തൂലേ, അങ്ങോട്ട് വിടില്ല. അപ്പോൾ RNA പോളിമറേസ് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ട്രാൻസ്ക്രിപ്ഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ലാക് mRNA ഉണ്ടാവുന്നുണ്ട്. അവിടെ നിന്ന് ഡിഫറെന്റ് എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ് അസറ്റൈലേസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ലാക്ടോസിന്റെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതിനെയാണ് നമ്മൾ HGP എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻസിനുള്ളിലുള്ള എല്ലാ ജീനുകളെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ HGP എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ. നമ്മുടെ ഹ്യൂമന്റെ ഉള്ളിലുള്ള എല്ലാ ജീനുകളെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനാണ് HGP എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ HGP പ്രോഗ്രാം എന്ന് വെച്ചാൽ വളരെ വലിയൊരു 13 വർഷമൊക്കെ എടുത്ത വലിയ പ്രൊജക്റ്റാണ്. കുറേ കമ്പനീസും കുറേ കൺട്രീസും കാര്യങ്ങളൊക്കെ വന്നിട്ട്
ഇങ്ങനെ കൈ കൊടുത്തിട്ടുള്ള പ്രൊജക്റ്റാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗോൾസ് ഉണ്ട്, ഇതിൻ്റെ കുറച്ച് മോട്ടീവ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഐഡന്റിഫൈ ഓൾ അപ്രോക്സിമേറ്റ്ലി 20,000 to 20,000 നമ്മുടെ ഹ്യൂമൻ DNA യിലുള്ള 20,000 തൊട്ട് 25,000 വരെയുള്ള എന്താണ് എല്ലാ ജീനുകളെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ. അടുത്ത് നോക്കിക്കേ, ഡിറ്റർമൈൻ ദ സീക്വൻസ് ഓഫ് 3 ബില്യൺ കെമിക്കൽ ബേസ് പെയർസ് ദാറ്റ് നമ്മുടെ ഹ്യൂമൻ DNA ഉണ്ടാക്കുന്ന 3 ബില്യൺ കെമിക്കൽ ബേസ് പെയർസിന്റെ സീക്വൻസ് മനസ്സിലാക്കുക. അതേപോലെ ഇതിനെ ഡിഫറെൻറ്റ് ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പം നമ്മുടെ വാക്സിൻ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് മോളിക്കുലർ ലെവലുള്ള ഡാറ്റാസ് ആവശ്യം വരും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ കറക്റ്റായിട്ട് ഓരോ ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടൂള് കണ്ടുപിടിക്കുക, ഇതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂള് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെയൊക്കെ റിലേറ്റഡ് ഫീൽഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതായത് ഇൻഡസ്ട്രീസിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ HGP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ. കണ്ടോ, 13 ഇയർ ഓൾഡ് പ്രൊജക്റ്റാണ്. അത് എൻഡ് ചെയ്തത് 2003 അതിനെ കോർഡിനേറ്റ് ചെയ്തിരുന്നത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും കൂടിയാണ് അതിനെ ഒരു കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ഈസ് എ മെഗാ പ്രൊജക്ട്. ഗിവ് 2 റീസൺസ്. നോക്കിക്കേ, അതെന്തുകൊണ്ടാണ് മെഗാ പ്രൊജക്ട്? കാര്യം അത് ലാർജ് സ്കെയിലാണ്, ഇന്റർനാഷണൽ കൊളാബറേഷൻ ആണ്. അതേപോലെ തന്നെ ഏകദേശം 13 വർഷം എടുത്തിട്ടാണ്, ഒരുപാട് കോസ്റ്റ് ഒക്കെ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ. ഇനി ഇതിനെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 2 മെത്തേഡാണ് കേട്ടോ. ഈ HGPക്ക് യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്. ഒന്നെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറഞ്ഞാൽ RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന എല്ലാത്തിനെയും നമ്മൾ മാത്രം എടുത്തിട്ട് പഠിക്കുക. കണ്ടോ, ഇവിടെ ഇതിപ്പോൾ ഒരു സീക്വൻസ് ആണെന്ന് ചോദിച്ചോ, അതിപ്പോൾ പ്രോട്ടീൻ ആവുന്നുണ്ട്, അപ്പോൾ ഇതിനെ എടുത്ത് പഠിക്കുക. അതേപോലെ ഇതിന് mRNA പ്രോട്ടീൻ ആവുന്നു, പക്ഷേ ഇത് കോഡ് ചെയ്യുന്നില്ല, mRNA ഉണ്ടാവുന്നില്ല. സോ എന്താണ്, ഐഡന്റിഫൈയിങ് ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതിനെ മാത്രം എടുത്ത് വെച്ചിട്ട് പഠിക്കുക. പിന്നെയുള്ളത് സീക്വൻസ് അനോട്ടേഷൻ. അത് ബ്ലൈൻഡ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പഠിക്കുക, എല്ലാത്തിനെയും പറ്റി പഠിക്കുക. അങ്ങനെ ഇന്നത് എന്നൊന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എടുത്ത് വെച്ച് പഠിക്കുക. നോക്കിക്കേ, സീക്വൻസിങ് ദ ഹോൾ സെറ്റ് ഓഫ് ജീനോം ദാറ്റ് കണ്ടെയ്ൻഡ് ഓൾ കോഡിങ്. ഇതിപ്പോൾ കോഡ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ടാവും, കോഡ് ചെയ്യാത്ത സീക്വൻസ് ഉണ്ടാവും, പക്ഷെ അങ്ങനെ വേർതിരിവൊന്നുമില്ല, എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പഠിക്കുക. അതാണ് ഒരു ബ്ലൈൻഡ് അപ്രോച്ച്. നമ്മളിപ്പോൾ കണ്ണും പൂട്ടി ഇതാക്കുക എന്ന് അറിയില്ല, അതേപോലെയുള്ള ബ്ലൈൻഡ് അപ്രോച്ചാണ് സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ഇനി നമ്മൾ ഈ സീക്വൻസിങ്ങിന് യൂസ് ചെയ്യുന്നത് നമ്മൾ 2 ഹോസ്റ്റിനെയാണ് കേട്ടോ. ബാക്ടീരിയ, ഈസ്റ്റ് അതേപോലെയുള്ള ഹോസ്റ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ വെക്ടേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റേ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതിൽ നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഹോസ്റ്റിലേക്ക് വെക്ടറിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്, വെക്ടറിന്റെ യൂസ് എന്താണ്, PBR 322ന്റെ കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതേപോലെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന 2 ഹോസ്റ്റ്, ഒന്ന് ബാക്ടീരിയ, ഈസ്റ്റും ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം BAC ആൻഡ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, that is YAC. ഇതിന്റെ 2ന്റെയും പേര് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്, BAC YACനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, കണ്ടോ, YAC ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BAC എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. 1 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഹ്യൂമൻ ജീനോം എന്ന് വെച്ചാൽ എന്താണ്, ജീനുകളുടെ കൂട്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ജീനിന്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഹ്യൂമൻ ജീനോമിൽ മൊത്തം 3,164.7 മില്യൺ ബേസ് പെയർസ് ടോട്ടൽ ഉണ്ട്. ഇനി ആവറേജ് നമ്മൾ എടുത്ത് നോക്കി, ഒരു ആവറേജ് ജീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3000 ബേസസ് ഉണ്ടാവും, പക്ഷെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനി ഇതിൽ തന്നെ നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ജീൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോഫിൻ ആണ്. അത് 2.4 മില്യൺ ബേസസ് ആണ് അതിനുള്ളത്. ഓക്കെ അല്ലേ? ഇനി ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് 30,000 അതിൽ താഴെയുമാണ്, പക്ഷെ അതിൽ 99.9% ബേസസും എല്ലാവരിലും സെയിം ആയിരിക്കും. കണ്ടോ, ഈ 0.1% മാത്രമേ ഓരോ ആൾക്കാരിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ 0.1% ആണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിങ്ങിനും പ്രൊഫൈലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. കാര്യം ബാക്കിയൊക്കെ സിമിലർ ആണ്, സിമിലർ ഉള്ളത് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബാക്കി 0.1% വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കി 99.9% എല്ലാവരിലും എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഇനി 50% പരം ജീനുകളെ ഡിസ്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അതിന്റെ ഫംഗ്ഷൻസ് നമുക്കൊന്നും അറിയില്ല. അടുത്തത് <2% ഓഫ് ദി ജീനോം കോഡ്സ് ഫോർ പ്രോട്ടീൻ. 2% താഴെ മാത്രമേ ജീനോം എന്ത് ചെയ്യുന്നുള്ളൂ, പ്രോട്ടീന് വേണ്ടി കോഡ് ചെയ്യുന്നുള്ളൂ, അതായത് എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റിപ്പീറ്റഡ് സീക്വൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ ഉള്ളത്. കണ്ടോ, ഇതിപ്പോൾ ATGC ഇങ്ങനെയുള്ള കുറേ സാധനം റിപ്പീറ്റഡ് ആയിട്ടുള്ള സീക്വൻസ് അല്ലേ, അങ്ങനെയുള്ള സീക്വൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നമ്മുടെ ജീനോമിൽ. ഇനി നോക്കിക്കേ,
ക്രോമസോം 1-നാണ് ഏറ്റവും കൂടുതൽ ജീൻസ് ഉണ്ടാവുക, ദാറ്റ് ഇസ് 2968 ആണ്. ഏറ്റവും കുറവ് ഉണ്ടാകുന്നത് ക്രോമസോം വൈയിലായിരിക്കും, ദാറ്റ് ഇസ് 231 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ആർ സ്ട്രക്ചേഴ്സ് ഓഫ് DNA സീക്വൻസ് ദാറ്റ് ആർ റിപ്പീറ്റഡ് മെനി ടൈംസ്. റെപ്പറ്റേറ്റീവ് സീക്വൻസ് വെച്ചാൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസ് ആണ് കേട്ടോ. അതായത് 100 to 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ദേ ആർ തോട്ട് ടു ഹാവ് നോ അതിന് പ്രത്യേകിച്ച് കോഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ഒന്നും ഇല്ല, പക്ഷേ ദേ ഷെഡ് ലൈറ്റ് ഓൺ ക്രോമസോം സ്ട്രക്ചർ. അതായത് ക്രോമസോം സ്ട്രക്ചറിന്റെ സമയത്ത്, ഡൈനാമിക്സിന്റെ സമയത്തൊക്കെ എന്താണ് കുറച്ചൊരു ഫംഗ്ഷൻ അത് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് അതിന് കോഡിംഗ് ഫംഗ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി സയന്റിസ്റ്റ് ഹാവ് ഐഡന്റിഫൈഡ് അബൌട്ട് 1.4 മില്യൺ ലൊക്കേഷൻസ് ഉണ്ട് വെയർ സിംഗിൾ ബേസ് DNA ഡിഫറൻസ്. അതായത് ഇപ്പോൾ AGGCC, ATGCC, അതായത് ഈ G, T, C, A ഒരൊറ്റ നൈട്രജൻ ബേസേ മാറ്റുള്ളൂ. അങ്ങനെ 1.4 മില്യൺ ലൊക്കേഷൻസ് ആണ് സയന്റിസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിനെ അവർ സ്നിപ്സ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ദാറ്റ് ഇസ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ഒറ്റ ന്യൂക്ലിയോടൈഡ് വ്യത്യാസമുള്ള ഒരുപാട് സീക്വൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പോളിമോർഫിസം നമ്മൾ പറയുന്നത്. കുറേ ഉള്ളതുകൊണ്ടാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലടാ. ഇത്രയുമാണ് നമ്മുടെ ഹ്യൂമൻ ജിനോമിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതാ എക്സ്പാൻഡ് ടേം ചോദിച്ചിട്ടുണ്ട്. SNP എന്താണ്? സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. BAC ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ വരാൻ പോകുന്നത് DNA ഫിംഗർ പ്രിന്റിങ്ങിലേക്കാണ് അല്ലേ. എന്താണ് മക്കളെ DNA ഫിംഗർ പ്രിന്റിങ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ഇപ്പൊ പെറ്റേണിറ്റി ടെസ്റ്റ്, കുട്ടിയുടെ അച്ഛൻ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട്, പാരന്റ് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ DNA പ്രൊഫൈലിംഗ് ചെയ്യാറുണ്ട്, ഫിംഗർ പ്രിന്റിങ് ചെയ്യാം. പിന്നെ ക്രൈം സീൻസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് നമ്മുടെ സീക്വൻസിൽ ഇപ്പൊ 99.9% എല്ലാവർക്കും സെയിം സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു 0.1% വ്യത്യാസം ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ആ 0.1 നമ്മൾ നോക്കിയിട്ട് അത് വെച്ചാണ് നമ്മൾ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഡിഫറൻസ് ചെയ്യുന്നത്. കണ്ടോ, 99.9% എല്ലാവർക്കും സെയിം ആണെങ്കിൽ കൂടിയും 0.1% ഡിഫറൻസ് ഉണ്ടാവും അല്ലേ DNA-യിൽ. അതാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? യെസ്, ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ക്വിക്ക് വേ ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് വെച്ചാൽ. 2 DNA സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് വേ ആണ് ഈ ഒരു DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ DNA പ്രൊഫൈലിങ്ങിന് അലക് ജെഫ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് സാറ്റലൈറ്റ് DNA ആയിരുന്നു. സാറ്റലൈറ്റ് DNA എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മൾ DNA-ന്റെ അടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയ പീക്ക് കിട്ടും. അതിൽ ഈ വലിയ പീക്ക് എന്ന് വെച്ചാൽ ബൾക്ക് DNA ആണ്. അതിലുള്ള ചെറിയ പോർഷനെയാണ് നമ്മൾ സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അദ്ദേഹം സാറ്റലൈറ്റ് DNA യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു DNA ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ പ്രൊഫൈലിംഗ് ചെയ്തത്. ഇനി എന്താണ്, അലക് ജെഫ്രീസ് യൂസ്ഡ് ആസ് സാറ്റലൈറ്റ് DNA ആസ് എ പ്രോബ് എന്ന് വെച്ചാൽ അതിനൊരു ടെംപ്ലേറ്റ് പോലെ യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഷോസ് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം അല്ലേ. ഒരുപാട് വ്യത്യാസം അല്ലെങ്കിൽ ഒരുപാട് റിപ്പീറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് അതിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ VNTR എന്നാണ് വിളിക്കുക, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. ഇതിന്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. VNTR, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. ഇനി അതിന്റെ സ്റ്റെപ്സ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ വെച്ചിട്ട് നമ്മൾ DNA-നെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇനി കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, ഉള്ളിൽ സെഗ്മെന്റ് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ DNA-നെ എന്ത് ചെയ്തു, സെൻട്രിഫ്യൂജ് ചെയ്തു യൂസിങ് എന്താണ്, ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. അങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്ത് ഇതിനെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ DNA ഫ്രാഗ്മെന്റ്സിനെ അവരുടെ ലെങ്ത് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ഒരു ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ റൺ ചെയ്യും, ജെല്ല് റൺ ചെയ്യിക്കാന്നൊക്കെ നമ്മളതിന് പറയാം. അപ്പം എന്താണ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ആണ് യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അതിനുശേഷം നമ്മൾ അതിനെ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ അല്ലെങ്കിൽ ഒരു നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു നൈലോൺ ഷീറ്റിലേക്ക് നമ്മൾ അതിനെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിന് VNTR പ്രോബ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് ഷോസ് റേഡിയോ ആക്ടിവിറ്റി, അതായത് ലൈറ്റ് എമിറ്റിംഗ് കപ്പാസിറ്റി ഇതിനുണ്ട്. അപ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ കാണാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിനെ VNTR പ്രോബ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഹൈബ്രിഡൈസ് ചെയ്യും, മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഓട്ടോ റേഡിയോഗ്രാഫി യൂസ് ചെയ്തിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യുക ചെയ്യുന്നത്, അതിൻ്റെ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യെസ്, നമ്മൾ DNA ഫിംഗർ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് DNA-നെ ഐസൊലേറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുന്നത്. കണ്ടോ, പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് DNA വിത്ത് റേഡിയോ ആക്ടിവിറ്റിനെയാണ് നമ്മൾ പ്രോബ് എന്ന് വിളിക്കുന്നത്. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേ ഇപ്പം പറഞ്ഞ അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് സ്ലൈഡ്സ് കിട്ടുമ്പോൾ അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പം ഈ C എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ക്രൈം സീനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരാളുടെ DNA ആണെന്ന് വിചാരിച്ചോ, അതിൽ DNA-നെ ഒരു അനലൈസ് ചെയ്യുന്ന ഷീറ്റാണെന്ന് വിചാരിച്ചോ. ഇവിടെ നമുക്ക് സസ്പെക്ട്, നമുക്ക് തോന്നുന്ന 2 ആൾക്കാരുടെ DNA ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, ഈ A എന്ന് പറഞ്ഞ ആള്
അല്ലെ. ഈ എ എന്ന് പറഞ്ഞ ആള് ഐസ് ആക്ച്വലി പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ബിയുടെയും സിയുടെയും DNA എന്താണ് മാച്ചിങ് ആവുന്നുണ്ട്. വിച്ച് മീൻസ് എന്താണ്, ഈ ബി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിരിക്കും ഈ ക്രൈം സീൻ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇവിടുന്ന് കളക്ട് ചെയ്ത DNA ആണ് ഇതെന്ന് പറഞ്ഞാൽ, അപ്പൊ ബി എന്ന് പറഞ്ഞ ആള് തന്നെയായിരിക്കും ഇവിടെ എന്താണ് ആ ഒരു ക്രൈം സീൻ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും അല്ലെ, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യെസ്. നോക്കിക്കേ, നമ്മുടെ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ആപ്ലിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എവിടേക്കാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഫോറൻസിക് സയൻസിലുണ്ട് അല്ലെ, ഫോറൻസിക് സയൻസിലുണ്ട്. അതേപോലെ തന്നെ എന്താണ് പോപ്പുലേഷൻ, നമ്മളെ ഒരുപാട് ജനറ്റിക് ഡൈവേഴ്സിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോപ്പുലേഷന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഫിംഗർ പ്രിന്റിങ് ആവശ്യമുണ്ട്. പിന്നെന്താണ്, യെസ്, ഇപ്പോൾ ഒരുപാട് പ്രോപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. VNTR കൂടാതെ തന്നെ ഒരുപാട് പ്രോപ്സ് നമ്മൾ ഈ ഒരു DNA ഫിംഗർ പ്രിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ DNA ഫിംഗർ പ്രിന്റ് ഫ്രം എ ക്രൈം സീൻ ആൻഡ് ദാറ്റ് ഓഫ് എ സസ്പെക്ടഡ് പേഴ്സൺ ആർ ഗിവൺ ബിലോ എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ അബൌട്ട് ദ സസ്പെക്ട്സ് ബേസ്ഡ് ഓൺ ദ DNA ഫിംഗർ പ്രിന്റ് ഗിവൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്രൈം സീനിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്രൈം സീനായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്ന ആരാണ്, സിയുടെ ആണ് അല്ലേ, സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സസ്പെക്ട് 2 ആണ് ഇവിടെ. എന്താണ് VNTR, ദാറ്റ് ഇസ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ്. ഇനി ആരാണ് ഈ ടെക്നിക്ക് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്, നമ്മുടെ അലക് ജെഫ്രീസ് ആണ് ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. അടുത്ത ചോദ്യം നോക്കിക്കേടാ, DNA ഫിംഗർ പ്രിന്റിംഗ് ഇൻവോൾവ്സ് ഐഡന്റിഫൈങ് ഡിഫറൻസസ് ഇൻ സം സ്പെസിഫിക് റീജിയൻസ് ഇൻ DNA സീക്വൻസ്. ഹൂ ഇനിഷ്യലി ഡെവലപ്ഡ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലക് ജെഫ്രീസ് ആണ്. എന്താണ് VNTR എന്ന് പറഞ്ഞാൽ, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ്. എന്തെങ്കിലും 2 ആപ്ലിക്കേഷൻ എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് DNA ഫിംഗർ പ്രിന്റിംഗിന്റെ. ഒന്ന് ഫോറൻസിക് സയൻസിൽ, പിന്നെ ഒന്ന് വേണമെങ്കിൽ പോപ്പുലേഷൻ ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത, വാട്ട് ആർ ദ 6 സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഐസൊലേഷൻ ഓഫ് DNA ആണ്, യൂസ് ഇൻ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫിക്കേഷൻ. രണ്ടാമത് നമ്മൾ അതിനെ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ജെൽ ഇലക്ട്രോഫോറസിസ്. നാലാമത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് നൈട്രോസെല്ലോസ് അല്ലെങ്കിൽ നൈലോൺ ഷീറ്റിലേക്ക്. പിന്നെ നമ്മൾ അതിനെ മിക്സ് ചെയ്യുന്നുണ്ട്, ഹൈബ്രിഡൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, ഓട്ടോ റേഡിയോഗ്രാഫ് യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു DNA സ്ട്രാൻഡിനെ, ഹൈബ്രിഡൈസ് ചെയ്ത സ്ട്രാൻഡിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് എല്ലാ കോണ്ടന്റും കാര്യങ്ങളും ഇതിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും തന്നെ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ രീതിയിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ. അതെന്താണ്, എനിക്ക് അത്രയും എന്താണ് ഉറപ്പോടുകൂടി നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ക്ലാസ് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, യെസ്, നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇനിയും കൂടുതൽ PYQs കിട്ടുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യുക. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഇതെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്താണ്, നല്ലോണം ഇരുന്ന് തന്നെ പഠിക്കുന്ന ചാപ്റ്റർ ആണ്. കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങളൊരു 3-4 തവണ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അത്രയും ഈസി ആവും. കാര്യം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കോൺസെപ്റ്റ് പറയും, ആ രീതിയിലേക്ക് ഈ ചാപ്റ്റർ, കാര്യം അത്രയും കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണല്ലേ. നമ്മളിങ്ങനെ അങ്ങനെ ഇതാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആണ്, അത് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും എക്സാമിനെ ആലോചിച്ചു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, സൂപ്പറായിട്ട് പഠിക്കുക. നിങ്ങൾ എല്ലാവരും അടിപൊളി മക്കളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നോട്ട്സ് കറക്റ്റായിട്ട് എഴുതുക, അതേപോലെ PYQs കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഡെയിലി കറക്റ്റ് ഒരു ടൈം വെച്ചിട്ട് പഠിക്കുക കേട്ടോ. എല്ലാ സബ്ജക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാണ്ട് എനിക്ക് ഇത് മാത്രം മതി അങ്ങനെ നോക്കിയിരിക്കരുത്. എല്ലാ സബ്ജക്റ്റും ചാപ്റ്റർ അനുസരിച്ച് വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. പഠിച്ച ചാപ്റ്ററിനെ പിന്നെയും പഠിക്കാതെ ഇനി നിങ്ങൾ തീരെ നോക്കാത്ത ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് 2 പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കുക. ടഫുള്ള ചാപ്റ്റേഴ്സൊക്കെ ആദ്യം എടുത്ത് വെച്ച് പഠിക്കുക. ഏത് സബ്ജക്റ്റിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ വെച്ച് പഠിക്കുക. ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തീർക്കാൻ നോക്കുക. സോ ദാറ്റ് നിങ്ങൾ ലാസ്റ്റിലേക്ക് എന്താണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള അടുത്ത ചാപ്റ്റേഴ്സിന്റെ എന്താണ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് വരിക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ അഷ്ടമം സൈനിങ് ഓഫ്. ബൈ.